പ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തോട് നമ്മൾ പൊരുത്തപ്പെടണം. ജീവിതമാർഗ്ഗങ്ങൾ വഴിമുട്ടി നിൽക്കുക. അവരെങ്ങനെ ജീവിക്കും നാളെ എന്നുള്ളത് വലിയ വിഷയമാണ്. അവിടെ കട നടത്തി ജീവിച്ചവർ, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിച്ചവർ, ജീപ്പ് ഓടിച്ച് ജീവിച്ചവർ ഒക്കെ കടകൾ പിന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ബാക്കിയുള്ള എല്ലാ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മരണപ്പെട്ടവരെക്കാൾ കൂടുതൽ മരണപ്പെട്ടവർ ആ സമയത്ത് ഈ കാറയും പിന്നെ കല്ലുമൊക്കെ പാറയും കല്ലും മരമൊക്കെ വന്ന് ഇടിച്ചുകൊണ്ട് ഈ ശരീരഭാഗങ്ങളൊക്കെ ചിന്നിച്ചതയായതുകൊണ്ട് ആകെയുള്ള ആശ്വാസം അവരധികം വേദന അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത്. വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോൾ ഉണ്ടാവുന്ന പോലെ പോലും ഉള്ള വേദന അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. വന്ന് അടിച്ച് പിന്നെ ഒറ്റയടിക്ക് തന്നെ പിന്നെ ഇതായതുകൊണ്ട് അതിൽ അവരുടെ മരണത്തിൽ ഒരു തീവ്ര നൊമ്പരം അനുഭവിക്കാതെ പോയല്ലോ എന്ന് ആശ്വസിക്കാനേ കഴിയുള്ളൂ. അത്രേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മുഖ്യമന്ത്രിയുടെ പിന്നെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് ആരും പറയരുത്. കേസെടുക്കുക, അതിനെക്കുറിച്ച് പോസ്റ്റ് ഇടുന്ന വർക്കെതിരെ എനിക്കധികം കേസെടുക്കട്ടെ. CMDRF എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ സുതാര്യമില്ലായ്മയെക്കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അത് പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം, മുസ്ലിം ലീഗിന്റെ ദുരിതാശ്വാസ നിധി അവർ റിലീഫ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് അങ്ങനെ ആപ്പൊന്നും ഇല്ല കേട്ടോ. ആ ആപ്പ് ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ജുമായയ്ക്ക് ശേഷമാണ് അത് ലോഞ്ച് ചെയ്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ രവി പിള്ളയോ പിന്നെ അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരൊന്നും അല്ല ഉദ്ഘാടനം ചെയ്തത്, സെലിബ്രിറ്റികളൊന്നും അല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ വൻകിടക്കാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളോ അല്ല ഉദ്ഘാടനം ചെയ്തത്. അത് ലോഞ്ച് ചെയ്തത് അതിനകത്ത് ആദ്യം ഇടുന്ന 50 ലക്ഷം ഇടുന്നത് ആരാലും അറിയപ്പെടാത്ത സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. സാധാരണക്കാരൻ പറയാൻ പറ്റില്ല, 50 ലക്ഷം കൊടുക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് അതിന് പിന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് പിന്നെ ഉള്ള ആസ്തിയുടെ ഒരു വലിയ പങ്കായിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകുക. എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ പിന്നെ ഫിനാൻഷ്യൽ പിന്നെ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും കേരളം മുഴുവൻ അറിയപ്പെടുന്ന വലിയ വ്യവസായ പ്രമുഖനൊന്നുമല്ല. അങ്ങനെ നാളെ 50 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ആ ആപ്പ് വൈകുന്നേരം ഏകദേശം 5 രൂപയോട് കൂടിയിട്ടാണ് പിന്നെ ഉച്ചയ്ക്ക് ജുമായ്ക്ക് ശേഷം 1:30-2 മണിക്ക് പിന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടെങ്കിലും ആ ആപ്പ് ആക്റ്റീവ് ആയത് ഒരു 5 രൂപയോട് കൂടിയിട്ടാണ് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞ് ഏകദേശം പിന്നെ 7 മണിയോട് കൂടിയിട്ടാണ് അത് കൃത്യമായിട്ട് ആളുകൾക്ക് അതിനകത്തുള്ള വിവരങ്ങൾ നോക്കാൻ പറ്റിയത്. അപ്പം ഈ 8 മണി സമയത്ത് അതിനകത്ത് 1.5 കോടി രൂപ, 1 മണിക്കൂർ കൊണ്ട് 1.5 കോടി രൂപ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ നോക്കുമ്പം 8 മണിക്ക് 1.5 കോടി. ആ 8 മണിക്ക് ഞാൻ പലരുമായിട്ട് സംസാരിക്കാൻ ഞാനിത് റെഫർ ചെയ്യും, ഞാനിതിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം മുസ്ലിം ലീഗിനെ ഞാൻ വളരെ ശ്രദ്ധിച്ച് പിന്നെ കൈകാര്യം ചെയ്യുന്നൊരു പിന്നെ ഇതാണ്. 8 മണി കഴിഞ്ഞ് ഏകദേശം 8:22 ആകുമ്പം 1.5 കോടി രൂപ എന്നുള്ളത് 1,62,00,000 പിന്നെ ലക്ഷമായി. അതായത് 12 ലക്ഷം വീണ്ടും കൂടി. അത് കഴിഞ്ഞ് 8:22 എന്നുള്ളത് 8:24 ആകുമ്പോൾ 1,63,00,000 മാറിയത്. 1,63,00,000. അപ്പോൾ വീണ്ടും പൈസ കൂടുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പം നോക്കുമ്പോൾ പിന്നെ 8:35 നോക്കുമ്പോൾ ഇപ്പം സമയം 8:41 8:35 നോക്കുമ്പം 1,65,00,000 മാറി. 1,65,00,000. ഇത് തലതിരിച്ച് പിടിക്കുന്നതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് വീടില്ല. എനിക്ക് 1 സെന്റ് സ്ഥലം പോലും ഈ ഭൂമിയിലില്ല. ഉണ്ടായിരുന്നൊരു വീട്, ആഗ്രഹിച്ച് മേടിച്ചൊരു വീട് പിന്നെ പ്രത്യേക സാഹചര്യങ്ങളിൽ വിൽക്കേണ്ടി വന്നു. എനിക്ക് പിന്നെ ഇപ്പം ഞാൻ താമസിക്കുന്ന ഒരു വാടകയ്ക്കൊരു ഫ്ളാറ്റിൽ കൊച്ചിയിലാണ്. പിന്നെ വീടും സ്ഥലവും ഒക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളെല്ലാം പിന്നെ വിൽക്കേണ്ടി വന്നു. ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല. പക്ഷെ ഭൂമി ഇല്ലാത്തവന്റെ വിഷമം എനിക്കറിയാം, വീടില്ലാത്തവന്റെ വിഷമം എനിക്കറിയാം. പപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഓലപ്പേരയെ തേക്കാത്തൊരു വീടായിരുന്നു. അതിനകത്ത് കുറെ കാലം വാടകയ്ക്ക് താമസിച്ചിട്ടാണ്. പപ്പയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങനെ വന്ന് പപ്പ ഒരു 10 സെന്റ് സ്ഥലം സംഘടിപ്പിച്ച് അതിനകത്തൊരു വീട് വെച്ച്, ഓലപ്പേരയാണെങ്കിലും അങ്ങനെ വീട് വെച്ചു. ഞാനും എന്റെ അനിയത്തിമാരും പപ്പയും മമ്മിയും കൂടി അവിടെ 86 ഞാൻ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെയായിട്ട് പോയിട്ട് 2006 വരെയുള്ള 20 വർഷക്കാലം അവിടെ താമസിച്ചു. പിന്നെ എന്റെ ബിസിനസ്സിൽ ചെറിയ തകർച്ചകൾ വന്നത് വിറ്റ് വാടക വീട്ടിൽ വീണ്ടും ഒരുപാട് കാലം 10 വർഷത്തോളം വാടക വീട്ടിൽ കൂടി തന്നെ കിടന്നു. അന്ന് എന്റെ പപ്പ പിന്നെ മരണപ്പെടുന്നു. മമ്മിക്ക് ഏറ്റവും വലിയ ആഗ്രഹം, മമ്മി എപ്പോഴും പറയായിരുന്നു, ഒരു 5 സെന്റ് സ്ഥലവും കയറി കിടക്കാനൊരു കൂര സ്വന്തമായിട്ട് ഈ വാടക വീട്ടിൽ കൂടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും കാര്യങ്ങളും മമ്മിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അങ്ങനെ പിന്നെ ആഗ്രഹിച്ച എന്റെ മമ്മിക്ക് അത് കാണാൻ പറ്റാതെ പോയതിന്റെ വേദനയ്ക്ക് എനിക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ് ഇനിയിപ്പോൾ കണ്ണീരൊപ്പുണ്ട്. അവർക്ക് ജീവിത മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം, അവർക്ക് വേണ്ട മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലിനിക്ക് അവിടെ തുടങ്ങണം, അവരുടെ ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റിനെ വെക്കണം, ഒരു സൈക്കോളജിസ്റ്റിനെ വെക്കണം. നിരന്തരമായി ഒരു വർഷത്തേക്കെങ്കിലും അങ്ങനെ ഒരു മാനസികാരോഗ്യ കേന്ദ്രം അവിടെ ഉണ്ടാവണം. കാരണം അവർക്ക് ഉറക്കം വരില്ല, പലർക്കും ഭ്രാന്തായി പോവും. ഒരാളൊക്കെ കുടുംബത്തിൽ ബാക്കിയായവരുണ്ട്, 2 പേര് മാത്രം ബാക്കിയായവരുണ്ട്, ബാക്കിയുള്ളവരെല്ലാം കൺമുമ്പിൽ ഒളിച്ചു പോയവരുണ്ട്. നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറം നമ്മളെ പ്രിയപ്പെട്ടവർ, പ്രായമായ നമ്മളെ
ഗ്രാൻഡ് ഫാദേഴ്സോ അല്ലെങ്കിൽ നമ്മളെ പിന്നെ സ്വന്തം നമ്മളെ വാപ്പിയമ്മയ്ക്കാണെങ്കിലോ അവരാണെങ്കിൽ പോലും പ്രായമായി മരിച്ചാൽ പോലും നമുക്ക് ചങ്കുപൊട്ടി പോകും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൊച്ചു കുഞ്ഞുങ്ങൾ വരെ നഷ്ടപ്പെട്ടവർ. ഞാൻ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതൊന്നുമില്ലെങ്കിലും ഞാൻ എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാനത് ഇവരെ പോലെ 50 ലക്ഷം കൊടുത്തു 5 കോടി കൊടുത്തു എന്നുള്ളത് പറഞ്ഞ് ക്രെഡിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഈ ഒരു കൈ കൊടുക്കുന്ന മറ്റേ കൈ അറിയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഞാൻ പിന്നെ തുറന്ന് ഉത്തരവാദിത്തത്തോട് പ്രഖ്യാപിക്കുകയാണ്. കാരണം അത് ഇതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ഈ ഫണ്ടിങ്ങിനെ. ഞാനൊരു 11,111 രൂപ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇവരുടെ റിലീഫ് ഫണ്ടിലേക്ക്. അതിന് കാരണങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനകത്തുള്ള സുതാര്യതയില്ലായ്മയെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് രാഷ്ട്രീയമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഒരു സംശയമില്ല. ഞാൻ പാണക്കാട് തങ്ങളെ വിമർശിച്ചിട്ടുണ്ട്, സലാമിനെ വിമർശിച്ചിട്ടുണ്ട്, പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചിട്ടുണ്ട്, മുഹമ്മദ് ബഷീറിനെ വിമർശിച്ചിട്ടുണ്ട്, സമതാരിയെ വിമർശിച്ചിട്ടുണ്ട്, എല്ലാവരെയും വിമർശിച്ചിട്ടുണ്ട്. ലീഗിനെ പലപ്പോഴും ഞാൻ വിമർശിക്കാറുണ്ട്. നല്ലത് ചെയ്താൽ ആരെയും വിമർശിക്കും. എനിക്ക് മുസ്ലിം തീവ്രവാദത്തോടെ എതിർപ്പുള്ളൂ. മുസ്ലിം തീവ്രവാദം എന്നല്ല, ഏത് തീവ്രവാദത്തോട് എതിർപ്പുണ്ട്. മുസ്ലിം ലീഗിനകത്ത് തീവ്രവാദികളില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് CPM-ലുണ്ട്, കോൺഗ്രസിലുണ്ട്, കേരള കോൺഗ്രസിലുണ്ട്, CPI-ലുണ്ട്, എല്ലാവരും തീവ്രവാദ മനസ്സുള്ള ആൾക്കാർ എല്ലാ മതത്തിലുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുണ്ട്. അവരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞ് പുറത്തേക്ക് കാണിക്കില്ലെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് അഭിമാനത്തോടെ കൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്റെ സൗഹൃദങ്ങളിൽ, എന്റെ ആത്മബന്ധങ്ങളിൽ ഒരൊറ്റ വർഗീയവാദിയില്ല. ഇവിടെ സിഖ് മതത്തിനകത്ത് വർഗീയവാദികളുണ്ട്, ക്രിസ്തു മതത്തിനകത്ത് വർഗീയവാദികളുണ്ട്, ഇസ്ലാം മതത്തിനകത്ത് വർഗീയവാദികളുണ്ട്. ഇസ്ലാം മതത്തിന് താരതമ്യേന കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവും ചിലപ്പം. പിന്നെ അങ്ങനത്തെ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം കൂടുതലായതുകൊണ്ട് ഹിന്ദു മതത്തിനകത്ത് വർഗീയവാദികളുണ്ട്, എല്ലാത്തിനകത്തുണ്ട്. പാഴ്സികൾക്കും ജൈനന്മാർക്കും അങ്ങനെ ഇതുവരെ വർഗീയവാദം ഞാൻ കേട്ടിട്ടില്ല. എന്തായിരുന്ന ജൂതമതത്തിനകത്ത് ഒരുപാട് വർഗീയവാദികളുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഉള്ളിൽ തട്ടി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ള. CPM-മാർ ചിലപ്പോൾ പറയും വർഗീയ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണെന്ന് പണ്ട് പറഞ്ഞിരുന്നു. എന്നാൽ 95-ലാണ് 2000-ലാണ് 60,000 ഉണ്ടാക്കി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 60,000 ഉണ്ടാക്കിയപ്പോൾ മതേതര പാർട്ടിയാണ്. ഓലപ്പം കൂടിയാൽ വർഗീയ പാർട്ടി, ഓലപ്പം കൂടിയിട്ടില്ലെങ്കിൽ മതേതര പാർട്ടി. ഓലാണ് തീരുമാനിക്കുന്നത്. ഒരു ബ്രാഹ്മണിക്കൽ പൊളിറ്റിക്സാ. ഞങ്ങൾ തൊട്ടാൽ ഏത് അശുദ്ധനും ശുദ്ധനാവും, ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഓൻ അശുദ്ധനാണ് എന്നുള്ള രീതിയിലുള്ള ബ്രാഹ്മണിക് പൊളിറ്റിക്സ് ആണ് കൊണ്ടുവരുന്നത്. ബ്രാഹ്മണിക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരെ, നമ്പൂരിമാരെയോ നമ്പ്യാമാരെയോ അവമാനിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ബ്രാഹ്മണിക് പൊളിറ്റിക്സും ബ്രാഹ്മണനും തമ്മിൽ വ്യത്യാസമുണ്ട്. ജാതീയതയെ പിന്നെ പറഞ്ഞതല്ല. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു കരുതുന്നു. നിങ്ങൾക്ക് എന്നേക്കാൾ വിവരമുള്ളവരാണ് എന്നെ കേട്ടിരിക്കുന്നത് എന്നുള്ള നല്ല ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പം മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കണം. മുസ്ലിം ലീഗ് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ കൊല്ലം ഇദ്ദേഹം പറഞ്ഞു, MP ഗോവിന്ദൻ മാഷ് പറഞ്ഞു മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല. പിന്നെ പറയുന്നു മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്. ഇവരെ ഏറ്റവും വലിയ വർഗീയ പാർട്ടികളായിട്ട് യോജിച്ചവരല്ലേ, തനി വർഗീയത പറഞ്ഞിട്ടുള്ള ആളുകളുമായിട്ട് ഇവർ യോജിച്ചതല്ലേ. മദനിയോടൊപ്പം വേദി പങ്കിട്ടതല്ലേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയില് വർഗീയവാദികളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർത്തിയില്ലേ. ഇവരാരുമായിട്ട് സന്ധിയില്ലായിരുന്നോ? മുസ്ലിം ലീഗിനകത്തൊരു മുസ്ലിം എന്നുള്ള പേരുണ്ട്. എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനകൾക്ക് അങ്ങനത്തെ മുസ്ലിം പേരില്ല. കാരണം മുസ്ലിം ലീഗ് സമുദായ പാർട്ടിയാണ്, ഒരു സംശയമില്ല. സമുദായ പാർട്ടിയാണ്. സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം അവർക്കുണ്ട്. പക്ഷെ അതിന്റെ ബെനിഫിഷ്യറീസ് സമുദായങ്ങൾ മാത്രമല്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാൻ ഖത്തറിൽ പോകുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. മറ്റേ ഞാൻ ഈ ലീഗായിട്ട് തല്ലുകൂടിയിട്ടാണല്ലോ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ലീഗിന്റെ കോട്ടകളിലാണ് ഞാൻ ജീവിച്ചതൊക്കെ. മലപ്പുറം ജില്ലയിൽ അറിയാലോ. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട്, SFIക്കാരനായിട്ട്, DYFIക്കാരനായിട്ട്, മഞ്ചേരി NS കോളേജ് SFIയുടെ ചെയർമാനായിട്ട്, DYFIയുടെ പിന്നെ മേഖലാ സെക്രട്ടറിയായിട്ട്, പാർട്ടിയുടെ ലോക്കൽ സെന്റർ അംഗമായിട്ടൊക്കെ ചെറിയ പ്രായത്തിൽ വരുമ്പം ഇവരുമായിട്ട് തല്ലുപിടിച്ചല്ലേ വന്നിട്ടുള്ളത്. ഒട്ടക്കിയിട്ടും ബാക്കിയുള്ളതും ഒക്കെ ഉണ്ട്. പക്ഷേ ഗൾഫിൽ പോകുമ്പോൾ ഇവരുടെ ഈ സന്നദ്ധ സേവന രംഗത്ത്, കാരുണ്യ പിന്നെ പ്രവർത്തന രംഗത്തുള്ള തിരിച്ചറിഞ്ഞതാണ്, ദൃക്സാക്ഷിയാണ്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഏതെങ്കിലും മനുഷ്യൻ മരിച്ച മയ്യത്ത് കാര്യങ്ങളെല്ലാം നാട്ടിലേക്ക് എത്തിക്കുന്ന അതിൽ മതം ജാതി ഒന്നുമില്ല. നമ്മളോടൊക്കെ ഒരു പെരുമാറുന്ന രീതിയുണ്ട്. പലരും നമ്മളെ വിളിക്കാറുള്ളത് രാജൻ ജോസഫ് സാഹിബ് എന്ന് വിളിക്കുക. ഞാൻ അവരെ സഖാവെന്ന് വിളിക്കും. ഇന്നിപ്പോൾ 2 മുസ്ലിം ലീഗ് നേതാക്കന്മാരായിട്ട് വിളിച്ചപ്പോൾ എന്നോട് പിന്നെ ഞാൻ അവരോട് അസ്ലാം വലൈക്കും പറയും, അവർ ലാൽസലാം പറയും. ഇതാണ് സ്ഥിതി. അങ്ങനെയുള്ള ആരോഗ്യകരമായ ബന്ധമുണ്ട്. BJPയുടെ പിന്നെ സംസ്ഥാനത്തെ BJPയുടെ സംസ്ഥാന തലത്തിലുള്ള പല നേതാക്കന്മാരായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ, വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ലീഗില്ലെങ്കിൽ കേരളത്തിന്റെ ഘടന ഇങ്ങനെ ഒന്നാവില്ല. കേരളം വലിയൊരു ഭ്രാന്താലയമായിട്ട് വീണ്ടും മാറിയിരുന്നു. വർഗീയ കലാപങ്ങൾ ഏറുമായിരുന്നു. തെക്കൻ ജില്ലകളിൽ ലീഗ് ശക്തമായതുകൊണ്ട് അവിടെ വർഗീയ പാർട്ടികൾക്ക് വല്ലാതെ കയറാൻ പറ്റുന്നില്ല. ഇവിടെ ആലുവയിലും പിന്നെ ഈരാറ്റുപേട്ടയിലും പിന്നെ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ കയറി വരുന്നതെന്ന് വെച്ചാൽ അവിടെ ലീഗിന്റെ സാന്നിധ്യം കുറവായതുകൊണ്ട് തീവ്രവാദ സംഘടനകൾ കയറി വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, മുസ്ലിം ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ പേര്. ആലോചിച്ച് നോക്കൂ. സൗണ്ട് കൂട്ടിയിട്ടുണ്ട് നോയൽ ഷെറിൻ, പിന്നെ സൗണ്ട് കൂട്ടിയിട്ടുണ്ട്. ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് പിന്നെ പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി. എന്ത് വെൽഫെയർ? വർഗീയത പ്രചരിപ്പിക്കുക. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യന്റെ എന്ത് പോപ്പുലറാ?
നൊട്ടോറിയസ് ക്രിമിനൽസിന്റെ സംഘമായിരുന്നില്ലേ? മനുഷ്യനെ കൊല്ലുക, വെട്ടിക്കൊല്ലുക, എല്ലാ കാര്യങ്ങൾക്കകത്തും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും സാധാരണഗതിയിൽ ഞാൻ ഗൾഫിലൊക്കെ ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, അന്നും എനിക്ക് വീടില്ലാതിരുന്ന സമയത്ത് എന്റെ മമ്മിയൊക്കെ ഒരു 5 സെന്റ് സ്ഥലം കണ്ട് എനിക്ക് കണ്ണടയുന്നതിന് മുമ്പ് കാണണം എന്നൊക്കെ പറയുമ്പോൾ പോലും എന്റെ സഹോദരിയെ ഞാൻ പത്രത്തിൽ കാണുന്ന ഇതിനകത്തൊക്കെ പൈസ വെച്ച് കൊടുക്കായിരുന്നു. ഞാൻ ഇപ്പം ഇത് പറയുന്നത് വെച്ചാൽ ഇതിന്റെ ക്യാമ്പയിന് വേണ്ടിയിട്ടാണ്, ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ കൊടുത്തു എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് കൊടുക്കാൻ പ്രേരണയാവട്ടെ എന്ന് എഴുതിയിട്ട്, അല്ലാതെ കാരണം ഞാൻ എന്തായാലും 1 ലക്ഷമോ 50 ലക്ഷമോ 5 കോടിയൊന്നല്ലോ കൊടുത്തത്, ചെറിയൊരു സംഖ്യ കൊടുത്തിട്ടുള്ളത്. എന്നെ കൊണ്ടതേ പറ്റുള്ളൂ. 1 രൂപയെങ്കിൽ 1 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ അതിന് കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഞാൻ കുറച്ച് വരാം. ഈ സ്റ്റോറി കുറച്ച് നീളം കൂടും, ക്ഷമിക്കണം. സതുദ്ദേശപരമായിട്ടിടുന്ന ഒരു സ്റ്റോറിയാണ്, ആത്മാർത്ഥമായിട്ടിടുന്ന സ്റ്റോറിയാണ്, ചങ്കിൽ തട്ടിയിടുന്നൊരു സ്റ്റോറിയാണ്. ബൈത്തുൽ നമ്മൾ കണ്ടു. അന്തരിച്ചു പോയ മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ബൈത്തുൽ റഹ്മ എത്രയോ വീടുകൾ വെച്ച് കൊടുത്തു. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇത്രയും വീട് കൊടുത്തിട്ടില്ലാന്നേ എനിക്കറിയാം. ചുങ്കത്ര പഞ്ചായത്തിൽ, പോത്തുകല്ല് പഞ്ചായത്തിൽ, നിലമ്പൂരിനകത്ത്, അതേപോലെ തന്നെ എന്റെ ഫാമിലി ജോലിക്ക് നിന്നിരുന്ന ആൾക്കാർക്ക് കരളായി പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ട് വർഷം കുറയായി. ലൈഫ് മിഷൻ പ്രഖ്യാപിക്കാൻ 2016 തുടങ്ങിയതായി, 8 കൊല്ലായി. 2024 പറ്റിക്കുക ആൾക്കാരെ. കുറച്ച് അവിടെ ഇവിടെ കൊടുത്തു. അത് പണ്ടുണ്ടായിരുന്നു. ഇന്ദിരാ ആവാസ് യോജന എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയാക്കി മാറ്റി, PM AY ആക്കി മാറ്റി. മറ്റത് IAY ആയിരുന്നു ഇന്ദിരാവാസ് യോജന. എമൗണ്ടിൽ മാറ്റം വന്നു. 4 ലക്ഷം രൂപ കൊടുക്കുന്നത് വീട് വെക്കാൻ. വീട് സ്ഥലം കൂടി വെക്കാൻ കൊടുക്കുന്ന 6 ലക്ഷം രൂപയാണ്. നടക്കുമോ നമ്മുടെ നാട്ടിൽ? 5 സ്ഥലം മേടിച്ചിട്ട് 6 ലക്ഷം രൂപയ്ക്ക് വീടും വെക്കാൻ പറ്റുമോ? കഴിയില്ല സാധാരണക്കാരന്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 650 ഫീറ്റ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞിട്ടുള്ളത്. 650 ഫീറ്റ് വീടിന്റെ പണി കൊടുത്തിരിക്കുകയാണെങ്കിൽ എത്ര വേണം? ഇതുപോലും കൃത്യമായിട്ട് ചെയ്യുന്നില്ല, പ്രഖ്യാപനങ്ങൾ മാത്രം. എന്നാൽ ഇവർക്ക് വേണ്ടിടത്തല്ല ഇവർ അനാവശ്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇവർക്ക് തോന്നുമ്പോൾ ടൂർ പോകുന്നുണ്ടല്ലോ. എന്നിട്ട് ഇവിടെ കേന്ദ്രത്തിനോട് മറ്റവരോടൊക്കെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീളം ഉള്ളൂർ നിങ്ങളുടെ ലൈവ് കാണാൻ കാത്തിരിക്കാറാണ് പതിവ്. നീളം കൂടെ ഒട്ടും പറ്റാത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനത് പറയുന്നത് ഇത് സ്പെസിഫിക് ആയിട്ട് വളരെ സ്റ്റഡീഡ് ആയിട്ടുള്ള ചില ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിനകത്ത്. അപ്പം മുസ്ലിം ലീഗിന്റെ ഈ പദ്ധതിയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് കാരണകുന്നന്റെ ആപ്പിലേക്ക് വരാം. മുസ്ലിം ലീഗിന്റെ ഈ പദ്ധതി എന്ന് പറയുമ്പം പ്രത്യേകിച്ചും ഈ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ വലിയൊരു കോട്ടയായിരുന്നു. അവിടെ ഈ മുണ്ടക്കൈ, അതേപോലെ തന്നെ പുഞ്ചിരി മട്ടം, ചൂരൽമല തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളുടെ മൊത്തം ഇതെടുക്കുമ്പോൾ 67% മുസ്ലിങ്ങളുടെ പ്രദേശം. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുമിച്ച് ഇടകലർന്ന് സഹോദരത്തോടെ ജീവിച്ചിരുന്ന ഒരു പ്രദേശം. അടുത്ത സ്കൂൾ അധ്യാപകരുടെ വീഡിയോ ഞാൻ കണ്ടു. അവർ പറയുന്ന ഒരു സങ്കടത്തോടെയാണ്, എല്ലാ വീട്ടിലും ഞങ്ങൾക്ക് പോകാൻ പറ്റുമായിരുന്നു, അങ്ങനെയുള്ള സ്ഥലമായിരുന്നു എന്നുള്ളത്. മതസൗഹാർദ്ദത്തോടെ മനുഷ്യൻ ഒരുമിച്ച് ജീവിച്ചിരുന്നത്. കുറച്ച് സുഡാപ്പികളൊക്കെ അവിടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേറെ സത്യം. സുഡാപ്പികളെ കഥ ഞാൻ വേറെ അടുത്ത സ്റ്റോറിയിൽ പറയാം. സുഡാപ്പികളെ സൂക്ഷിക്കണം, കള്ളന്മാരെയും സൂക്ഷിക്കണം. അത് ഞാൻ വേറെ അടുത്തൊരു കുറച്ച് കഴിഞ്ഞിട്ട് വരാം രാത്രി. സുഡാപ്പികളൊക്കെ ഉദ്ദേശം. അപ്പം ഈ മുസ്ലിം ലീഗ് ബൈത്തുൽ റഹ്മ കൊടുത്തതിനകത്ത്, ബൈത്തുൽ റഹ്മയിൽ വെച്ച് വീട് വെച്ച് കൊടുത്തതിനകത്ത് ക്രിസ്ത്യാനികൾ കൊടുത്തിട്ടുണ്ട്, ഹിന്ദുക്കൾ കൊടുത്തിട്ടുണ്ട്. ഞമ്മന്റെ മതം എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് മാത്രമൊന്നല്ല കൊടുത്തത്. പൈസ മുഴുവൻ, ഫണ്ട് മുഴുവൻ മുസ്ലിങ്ങളതാണ്. KMCC ബാക്കിയുള്ള സംഘടനകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ബൈത്തുൽ റഹ്മയിൽ ജാതി മതം നോക്കാതെ വീട് വെച്ച് കൊടുത്തതിന്റെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനോട് നാളെ ചിലപ്പോൾ മുസ്ലിം ലീഗിനെതിരെ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പറയാം, വേറെ കാര്യം. ഞാൻ മുസ്ലിം ലീഗിന്റെ അനുഭാവിയോ പ്രവർത്തകനോ ഒന്നുമല്ല. നല്ല ബന്ധങ്ങളുണ്ട്. അത് BJPയിലുണ്ട്, കോൺഗ്രസിലുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, BJPയുടെ നേതാക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ല എന്നുള്ളത്. അവരുടെ പേരൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ പത്രസമ്മേളനം നടത്തുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. CPയുടെ നേതാക്കന്മാർ പറയാറുണ്ട്. കേരളത്തിന്റെ ഈ ഒരു സെക്യുലർ ഫാബ്രിക് തകരാതെ നിൽക്കുന്നത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുണ്ട്. കാരണം മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സമൂഹമാണ്. ലോകത്താകെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ സ്വത്ത് രാഷ്ട്രീയത്തോട് തന്നെ ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. സമുദായ പൊളിറ്റിക്സോട് ചേർന്ന് നിൽക്കുന്ന, ഇപ്പോൾ OBC ആണെങ്കിൽ അതാണ് കൊണ്ടുനടക്കുന്നത്. ദേശീയ തലത്തിൽ അങ്ങനെ സാധനം ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ശക്തി ആർജിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. മുസ്ലിം ലീഗ് ശ്രദ്ധിക്കേണ്ട കാര്യം അവർ ദേശീയ തലത്തിൽ നിന്ന് വ്യാപിപ്പിക്കേണ്ടതായിരുന്നു. പല സംസ്ഥാനങ്ങളിലും ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് അലയൻസ് ഒക്കെ ഉണ്ടാക്കി പോകേണ്ടതായിരുന്നു. പക്ഷേ ഈ പച്ചക്കൊടി കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കൊടി എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. മുസ്ലിം ലീഗ് നിലനിൽക്കേണ്ടത് അതിന്റെ ആവശ്യമാണ്. അവരുടെ ഒരു വൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ആപ്പിലേക്ക് വരുന്നതിന് മുമ്പ് വൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അവരുടെ കേഡേഴ്സ്. ഈ 2019-18 പ്രളയ സമയത്ത് ആ സമയത്ത് അവരുടെ വൈറ്റ് ഗാർഡ് സജീവമായിട്ട് ട്രെയിൻഡ് ആണ്. ഇവർ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നത് ബാക്കിയുള്ള റെസ്ക്യൂ വർക്കിനകത്ത്. അങ്ങനെയുള്ള കേഡേഴ്സ് ആണ്.
അല്ലാതെ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ സമാന്തര ആർമി പോലെ ഇങ്ങനെ പിന്നെ വെറുതെ കിടന്നിട്ട് ഈ ചാടിക്കളിക്കൽ മാത്രമല്ല. കാരണം ഞാൻ 2005 സംസ്ഥാന സമ്മേളനത്തിന്റെ സമയത്ത് മലപ്പുറം സംസ്ഥാനത്ത് വെച്ച് CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമയത്തും അതിന് മുമ്പത്തെ പിന്നെ ജില്ലാ സമ്മേളനത്തിന്റെ സമയത്തൊക്കെ എന്റെ ലോക്കൽ കമ്മിറ്റിക്കകത്തെ ഈ റെഡ് വോളണ്ടിയേഴ്സിന്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. അവർക്ക് ഡ്രസ്സ് ഏർപ്പെടുത്തണം, അവർക്ക് ഷൂ ഏർപ്പെടുത്തണം, പിന്നെ അവർക്ക് ഭക്ഷണം എല്ലാ ദിവസവും പറയേണ്ടതുണ്ട്, അതിന് ട്രെയിനറെ കൊണ്ടുവരണം, അതിന് അവർക്കുള്ള ഭക്ഷണം അറേഞ്ച് ചെയ്യണം. ഇതിന്റെ എല്ലാ ചുമതല എനിക്കായിരുന്നു. ഞാനിതുവരെ ചവിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ എനിക്കറിയാം ഇത് വേസ്റ്റാ, ഒരു സാധനമില്ല. ഈ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതല്ലാതെ വൈറ്റ് ഗാർഡ് വളരെ ട്രെയിൻഡ് ആണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൈകാര്യം ചെയ്യാൻ. ഈ പ്രളയത്തിന്റെ സമയത്ത് ഇവർക്ക് പിന്നെ രക്ഷാദൌത്യത്തിൽ പങ്കാളികളാവാൻ പോയപ്പോൾ ആർമി അങ്ങനെ എല്ലാവരെയും അനുവദിച്ചില്ല. ആ സമയത്ത് അവസാന ആർമിക്കാർ ഇവരെ ഇന്റർവ്യൂ നടത്തി. ഇവരുടെ ശാരീരികക്ഷമത, ഇവരുടെ സ്കില്ല്, ഇവർക്ക് അവിടെ ചെന്നാൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്ക്രീനിങ് നടത്തിയിട്ട് 189 പേരെ സെലക്ട് ചെയ്ത് ലീഗ് അയച്ചെങ്കിലും അതിൽ നിന്ന് 60-65 പേർക്കാണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ, ഇവാക്വേഷൻ പ്രവർത്തനങ്ങൾക്കകത്ത്, റെസ്ക്യൂ വർക്കിനകത്ത്, പിന്നെ ഈ മരിച്ചവരെ കണ്ടെത്തുന്നതിനകത്തൊക്കെ പോകാനുള്ള പെർമിഷൻ കിട്ടിയത്. ആർമിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു, ഇന്ത്യൻ ആർമിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത്. അവരുടെ വൈറ്റ് ഗാർഡ് എന്നുള്ളത് ആലോചിക്കണം. ഞാൻ പറഞ്ഞ 67% മുസ്ലിങ്ങളുടെ പ്രദേശം മുസ്ലിം ലീഗാണ് അവിടെ ഭൂരിപക്ഷം ഉള്ളത്. ഈ മുസ്ലിങ്ങളിൽ കുറച്ച് സുടുക്കൾ തീവ്രവാദികൾ അവിടെ കയറിയെന്നുള്ളൂ. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് പിന്നെ ഇവിടെ സർക്കാരിന്റെ അനുഭവം കുറേ ഉണ്ട്. പിന്നെ ഈ മുസ്ലിം ലീഗിന്റെ ആപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ താനൂർ ബോട്ടപകടം നമുക്ക് ഓർമ്മയുണ്ട്. തുടക്കത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? മുഖ്യമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഈ ലീഗിന്റെ നേതാക്കന്മാരെല്ലാം നിൽക്കുന്നു, അതിന്റെ ഫോട്ടോകളൊക്കെ പേപ്പറിൽ വന്നതാ. പക്ഷെ പിന്നീട് സർക്കാരിന്റെ അലംഭാവം വന്നു, തുടർ നടപടികൾ മര്യാദയ്ക്ക് സ്വീകരിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഇവർ പ്രതിഷേധിച്ചു. ഇപ്പൊ അവർ സ്വന്തം നിലയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുമായി സഹകരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് അനുഭവങ്ങളിൽ നിന്ന് അവർ പാഠം പഠിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ അയർലൻഡിൽ നിന്ന് എന്നെ സ്ഥിരമായി ശ്രമിക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള മാത്യൂസ് ഉൾപ്പെട്ടുള്ള ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവരവിടെ നിന്ന് ഒരു ഫണ്ടിങ് നടത്തുന്നുണ്ട്, ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള തീരുമാനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം, ഞാൻ ആരെയും CMDRF-ലേക്ക് ഫണ്ട് കൊടുക്കണമെന്ന് ഞാൻ പറയാറില്ല. കാരണം അങ്ങനെ ക്യാമ്പയിൻ ഞാൻ നടത്താൻ എനിക്ക് ഉദ്ദേശിക്കുന്നില്ല. ആരെങ്കിലും എവിടെയും കൊടുക്കട്ടെ, കുറച്ചവന്മാർ പുട്ടടിച്ചാലും കുഴപ്പമില്ലാതെ, എന്നാൽ കുറച്ച് പകുതിയിലും കിട്ടുമല്ലോ ആൾക്കാർക്ക്, കൊടുക്കുന്നു കൊടുക്കട്ടെ എന്ന് കരുതി. അല്ലാതെ എനിക്കിപ്പോൾ അതിൽ എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നിട്ട് എനിക്കിപ്പോൾ അവിടെ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവർക്കൊക്കെ എന്നെ വിശ്വാസമുള്ള ആൾക്കാരാണ്. എനിക്ക് അയച്ചു തന്നാൽ ഞാൻ ഇന്നൊരു പൈസ പോലും തട്ടിപ്പടത്തില്ല എന്നുള്ളത് 100% ബോധ്യമുള്ളവരാണ്. പക്ഷേ എനിക്ക് അവിടെ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ കനോട്ട് ഡു എനിത്തിങ്. കാശ് എന്റെ കയ്യിലിരുന്നാൽ തീരും ചെയ്യും. അപ്പം ഞാൻ ഇപ്പൊ ഇവരെന്ന് വെച്ചാൽ സ്വന്തം നിലയിൽ തീരുമാനിച്ചു, ഇവരൊരു ആപ്പ് തുടങ്ങി. ഈ ആപ്പ് തുടങ്ങുമ്പോൾ ആലോചിക്കേണ്ട അതിന്റെ സുതാര്യത എന്താണെന്നുള്ളത്. ആ ആപ്പിനകത്തുള്ള ആരൊക്കെ അയച്ചു, എവിടെ നിന്നൊക്കെ അയച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ഏതൊരാൾക്കും ആ ആപ്പിൽ ലോഗിൻ ചെയ്ത് ഏതൊരാൾക്കും അറിയാം. ചുമ്മാ കയറിയിട്ട് പൈസ അയക്കാൻ പറ്റില്ല. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഏത് ജില്ലക്കാരൻ, അത് ഫില്ല് ചെയ്യണം. ആ കോളം ഏത് താലൂക്ക്, ഏത് പഞ്ചായത്ത് ഫില്ല് ചെയ്യണം. അവിടെ ഏത് സ്ഥലം ഫില്ല് ചെയ്യണം. ആദ്യം പേരായിരിക്കുക. ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷമാണ് പൈസ അയക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. അതായത് ഇത് ഓഡിറ്റബിൾ ആണ്. ഏതൊരു സാധാരണക്കാരനും ഏതൊരു ലേ പേഴ്സണും കയറിയിട്ട് ഇത് പരിശോധിക്കാവുന്നതാണ്. ആരൊക്കെ ഏതൊക്കെ നാട്ടിലുള്ള ഏതൊക്കെ മനുഷ്യന്മാർ എത്രയൊക്കെ പൈസ അയച്ചു, ടോട്ടൽ എത്ര എമൗണ്ട് ആയി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കോടി കവിഞ്ഞിട്ടുണ്ടാവും ഞാൻ കിട്ടുന്നത്. 2 കോടി കവിയാന്ന് പറഞ്ഞാൽ നാളെ ഇപ്പോ പ്രവാസികളൊക്കെ ജോലി സ്ഥലത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ഫണ്ടിങ് വരാനുള്ളത് പ്രവാസികളുടെ ഇടയെന്നാണ്. 1000 രൂപ, 2000 രൂപ, 5000 രൂപ, 25000 രൂപ, 50000 രൂപ, 1 ലക്ഷം രൂപയൊക്കെ ഓരോരുത്തർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പം ഇത് നാളെ രാവിലെ നേരം വെളുക്കുമ്പോഴത്തേക്ക് 5 കോടി, 6 കോടി, 7 കോടി, 10 കോടി വരെ ആവാൻ സാധ്യതയുണ്ട്. 50 കോടി പിരിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്ന ടോട്ടൽ ഫണ്ടിങ് ഒരു 100 കോടിയിലേക്ക് എത്തും. ഇപ്പം ഈ CMDRF-ലേക്ക് കാരണഭൂതന്റെ ഫണ്ടിലേക്ക് അയച്ച ആൾക്കാർ തന്നെ ഇത് ഒന്നുകൂടി സുതാര്യമായ ഒരു സംവിധാനം വന്നപ്പം ആത്മാർത്ഥതയുള്ള മനുഷ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാർ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ സുതാര്യമായ ഒരു ആപ്പിലേക്ക്, കാരണം അതിന്റെ വിവരങ്ങൾ ഇൻഫർമേഷൻസ് നമുക്ക് എല്ലാവർക്കും ആക്സസ് ഉണ്ട്, അതിലേക്ക് ഫണ്ട് അയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. KMCC-ക്കാരെല്ലാം കൂടി ഫണ്ട് അയക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ 100 കോടിക്ക് എത്തും. 100 കോടിയുടെ ആവശ്യം വരില്ല. 50 കോടി കൊണ്ട് അവിടെ റീബിൽഡ് വയനാട് നടക്കും. പിന്നെ ഇവരുടെ ജീവിതമാർഗം കൂടി കണ്ടെത്താൻ അടുത്തൊരു 50 കോടി ഉണ്ടാക്കാൻ പറ്റും എന്റെ അഭിപ്രായത്തിൽ. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പോകുന്നതിനേക്കാൾ അവിടെ കുറെ പൈസക്കാർ കുറച്ച് അയച്ചു, അവർക്ക് വഴിവിട്ട കുറെ ഫേവർ ചെയ്യുന്നതാ. അവരെ തട്ടിപ്പുകൾക്കെല്ലാം കൂട്ടുനിൽക്കുന്ന അതിന്റെ ഭാഗമായിട്ട് ഇതിനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാ. അല്ലാതെ ഉള്ള ആൾക്കാർ, ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ള ആൾക്കാർ ഇത്തരം മുസ്ലിം ലീഗ് പോലെയുള്ളവരുടെ ആപ്പുകൾ അല്ലെങ്കിൽ മറ്റുള്ള ചില ക്രെഡിബിൾ ആയിട്ടുള്ള ചാരിറ്റി സംഘടനകൾ, അല്ലാതെ ഇപ്പൊ സോഷ്യൽ മീഡിയക്കാരുണ്ട്. കോഴിക്കോട് കളക്ഷൻ കേന്ദ്രം തുടങ്ങി. ആൾക്കാർക്ക് സാധനം കൊണ്ടേ കൊടുക്കണമെങ്കിൽ കളക്ടറേറ്റ് കൊണ്ടേ കൊടുത്താൽ മതി എന്ന് സർക്കാർ എന്നെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇവന്മാരെന്തിനാ കളക്ഷൻ കേന്ദ്രം കൊണ്ടുവരണം? എന്നിട്ട് അതിന്റെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കുക. കളക്ഷൻ കേന്ദ്രം
ഇത്ര കരി വന്നു ഇത് വന്നു. ഭക്ഷണ പദാർത്ഥങ്ങളല്ല അവിടെ വേണ്ടേ. ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപാട് ചെന്ന് കഴിഞ്ഞാൽ, ഭക്ഷ്യവസ്തുക്കൾ ഒരുപാട് ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഡേറ്റ് കഴിയുന്നേ. ഇത് എക്സ്പയറി ഡേറ്റ് ഉള്ള സാധനമാ. ഇതിന് 6 മാസം ഉപയോഗിക്കാൻ പറ്റില്ല. ആവശ്യത്തിലധികം അവിടെ ചെന്നിട്ട് കാര്യമില്ല. അതും അധികൃതർ അറിയിച്ചതാ. അവിടെ ഭക്ഷണത്തിന് പ്രശ്നമില്ല. അപ്പം ബാക്കിയുള്ള റിലീഫ് വർക്കിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകേണ്ടത്. ഇതെന്താ വെച്ചാൽ ഈ കിട്ടിയ സമയത്ത് ഞാൻ ആളാവാൻ നോക്കുക എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ പോയിട്ടുണ്ട്. ആത്മാർത്ഥമൊന്നുമല്ല. എനിക്കെന്താ പോകാൻ അറിയണ്ട. എനിക്ക് ഞാൻ ഈ മീഡിയന്റെ ഐഡി കാർഡൊക്കെ ഓരോ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ മേടിക്കാറുമില്ല. ആ തുടക്കത്തിലൊക്കെ ആകുമ്പോൾ ഞാൻ ഇന്ന് വരെ കടുത്തിൽ നടന്നിട്ടില്ല. അതൊന്നും ഇടേണ്ട ആവശ്യമില്ല. പ്രസ് എന്ന് വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അവിടെ ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മിനിസ്റ്റർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. റിയാസിനും ബിന്ദുവിനും വീണ ജോർജിനും ശിവൻകുട്ടിക്കും ഒക്കെ ഉള്ളൂ നമ്മളോട് താല്പര്യമുള്ള കുറെ മന്ത്രിമാരുണ്ടല്ലോ. ഒരു 4-5 പേരെങ്കിലും ഉണ്ടല്ലോ നമുക്ക് പേഴ്സണലി ആക്സസ് ചെയ്യാൻ പറ്റുന്നവര്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യില്ലേ. എനിക്ക് രാജനെ കടത്തി വിടുന്നുള്ളത് പറയില്ലേ. എനിക്കത് പോകാൻ പറ്റാണ്ട. അവിടെ പോയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് പോകാത്തത്. ഞാൻ വീണ്ടും നീട്ടിപ്പരത്തി പറയാണ്. നീട്ടിപ്പരത്തി പോകുന്നതിനകത്ത് ശ്രമിക്കണം. ഇന്ന് ഉച്ചയ്ക്ക് ജുമായ്ക്ക് ശേഷമാണ് ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഇപ്പൊ ഏകദേശം 2 കോടിയോളം കവിഞ്ഞിട്ടുണ്ട്. ഇത് അയക്കുന്ന ആൾക്കാർ പേര് പോലും വെക്കുന്നില്ല. ഇപ്പൊ ഞാൻ പോലും പേര് പറഞ്ഞത് ഒരു അല്പത്തരം എന്ന രീതിയിൽ നിങ്ങൾ കരുതരുത്. ഞാനിതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ പ്രവർത്തനത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമാകാനും ഒരു സ്വയം പ്രഖ്യാപിത ബ്രാൻഡ് അംബാസഡറായിട്ട് മാറാനും. കാരണം നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാലോ. ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യും എന്ന് വിശ്വാസമുള്ള ഒരു ആപ്പിനകത്ത് സഹകരിക്കുന്നതിനകത്ത് താല്പര്യമുള്ളൂ. എനിക്ക് റെന്റ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ബാക്കിയുള്ളതുണ്ട്. കുറെ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ അധികം വർക്കിന് പോയിട്ടില്ല. വല്ലാത്ത ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പഞ്ചായത്തിലൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഞാനെടുത്ത് ആകെ 4 ദിവസമാണ് വർക്കിന് പോയത്. 2 ദിവസം സ്മാർട്ട് പിക്സിലും 2 ദിവസം കേരള സ്പീക്ക് എന്ന് പറയുന്ന ചാനലിനകത്തും. ഈ 4 ദിവസം കൊണ്ട് ആകെ കിട്ടിയത് 13,500 രൂപയാണ്. എനിക്ക് റെന്റ് കൊടുക്കണമെങ്കിൽ അതിലേറെ പൈസ വേണം. കറണ്ട് ബില്ല് അടയ്ക്കണം. ബാക്കിയുള്ളതുണ്ട്. പിന്നെ എന്റെ ഫുഡ് ബാക്കിയുള്ളത് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ തന്നെ ഇതിനകത്ത് എന്തു വന്നാലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ ആവുന്ന. ഞാൻ പറഞ്ഞ 50 കോടി കൊടുത്തവരെക്കാളും ഏറ്റവും വലിയ മനുഷ്യരാരാ? മഴയാണ്. കൂലിപ്പണിക്ക് പടി പോലും മര്യാദക്കില്ല. കുട്ടികള് മക്കളുടെ കുടുക്ക പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് പൈസ കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് സൈക്കിൾ വേണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് നല്ല പുതിയ ഉടുപ്പ് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പുതിയ ചെരുപ്പ് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാധാരണക്കാരൻ കൂലിപ്പണിക്കാരുടെ മക്കൾ അവർ കുടുക്ക പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള 50 രൂപ 100 രൂപ എടുത്തിട്ട് അത് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട്. കാരണം ഈ കാഴ്ചകൾ കണ്ടിട്ട് ഉള്ളുവലഞ്ഞു പോയിട്ട് പങ്കാളികളാവാൻ. അതിന്റെ മുമ്പിൽ ഈ 50 കോടി 100 കോടിയൊന്നും ഒരു പുല്ലും അല്ല എന്നുള്ള വിശ്വസിക്കുന്ന ആളാണ്. 10,000 കോടിയും ലക്ഷക്കണക്കിന് കോടിയുള്ളവനാണ് 5 കോടി കൊടുക്കുന്നതും 2 കോടി കൊടുക്കുന്നു 1 കോടി കൊടുക്കുന്നതും ഒക്കെ. 10-50 കോടിയുള്ളവനാണ് 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം രൂപ കൊടുക്കുന്നത്. അതിനേക്കാൾ വലുതാ. ബൈബിളിന്റെ കഥയുണ്ട്. ആരോ എന്തൊരു സംഭാവന കൊടുത്തപ്പോൾ ബാക്കിയുള്ളവർ കൊടുത്തതിനേക്കാൾ കൂടുതൽ വലുതാണെന്ന് യേശുക്രിസ്തു പറയുന്നതായിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ബൈബിളും അങ്ങനെ അധികം വായിച്ചിട്ടൊന്നുമില്ല. ബൈബിളും ഖുറാനും രാമായണമൊന്നും അധികം വായിച്ചിട്ടില്ല. പഠിക്കാനൊക്കെയുള്ള പുസ്തകങ്ങൾ കുറച്ച് വായിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ സൺഡേ സ്കൂളിലും പോയിട്ടില്ല. പള്ളിയിൽ 10 വർഷമായിട്ട് പോകാത്ത ഒരാളാണ്. അങ്ങനെയൊക്കെയാണ്. ആകെയുള്ള ആശ്വാസം വെച്ചാൽ ഒരു വർഗീയവാദി എന്റെ ഒരുപാട് മതവിശ്വാസികളും നിരീശ്വരവാദികളും എന്റെ സുഹൃത്തുക്കളുണ്ട്. ഒറ്റ വർഗീയവാദി എന്റെ സുഹൃത്തുക്കളില്ല. ഒരു മതക്കാരനും ഒരേട്ടിക്ക് സൗഹൃദം പറ്റൂലെന്നേ. എന്നെ കൊണ്ട് കജൂല ഒരേട്ട് ചോദിച്ചു പോകാൻ. പിന്നെ ഇന്ന് ഇപ്പോ ബൈത്തുള്ളമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. വയനാട്ടിൽ ഇത്തരം ദുരന്ത ഭീഷണി ഇല്ലാത്ത പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളല്ലാത്ത സ്ഥലങ്ങളിൽ വയനാട്ടിൽ ബൾക്കായിട്ട് 100 ഏക്കർ സ്ഥലം മേടിക്കാൻ നോക്കിക്കാം. ഇപ്പൊ 500ഓളം വീടുകളാണ് പണിയേണ്ടി വരിക. ഇപ്പം ഒരു കുടുംബത്തിലെ മുഴുവൻ ആൾക്കാർ നശിച്ചു പോയി, മരണപ്പെട്ടു പോയാലും കാണാനില്ലാത്തവരായിട്ടുള്ളവരുള്ള അവർക്ക് ഇനി വീട് വെച്ചിട്ട് ആരുമില്ല താമസിക്കാൻ. ബാക്കി രക്ഷപ്പെട്ട് വന്നത് വെച്ച് നോക്കുമ്പോൾ 500 വീട് പണിയേണ്ടി വരും. 500 വീട് പണിയാന്ന് പറഞ്ഞാൽ ലൈഫ് മിഷനിലെ പോലെ 4 ലക്ഷം കൊണ്ട് ഈ പരിപാടി നടക്കൂല. അവിടെ സ്ഥലം മേടിക്കണം എന്നുണ്ടെങ്കിൽ വയനാട്ടിൽ പൊതുവേ സ്ഥലത്തിന് വില കുറവാണ്. ബൾക്കായിട്ട് സ്ഥലം മേടിക്കുകയാണെങ്കിൽ ഒരു 100 ഏക്കർ സ്ഥലം ഒരുമിച്ച് അല്ലെങ്കിൽ 2 പ്ലോട്ടിൽ 50 ഏക്കർ വെച്ചിട്ട് ടൗൺഷിപ്പ് പിന്നെ നിർമ്മിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു 100 ഏക്കർ സ്ഥലം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏക്കറിന് അധികം പൈസ ഒന്നും വരില്ലാന്നേ അവിടെ. കാരണം അവിടെ കുറച്ചുകൂടി വില കുറഞ്ഞ് കിട്ടുന്നൊരു സ്ഥിതി ഉണ്ടാവും. ഒരാൾക്ക് 5 സെന്റ് സ്ഥലം മതി. ഒരു സെന്റിന് ബൾക്കായിട്ട് മേടിക്കുമ്പോൾ 20,000 രൂപ തോതിലൊക്കെ കിട്ടും. അത്രയും ബൾക്കായിട്ട് മേടിക്കുമ്പോൾ അത് നാളെ ഒരു ഉരുൾപൊട്ടലിന് സാധ്യതയില്ലാത്ത സ്ഥലമായിരിക്കണം എന്ന് മാത്രം. ഒന്നായിട്ട് വിൽക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയൊക്കെ മന്തി പോയിച്ച് നിൽക്കുക. അപ്പോൾ 100 ഏക്കർ ഒരുമിച്ച് മേടിക്കുന്നു, അല്ലെങ്കിൽ 50 ഏക്കർ വെച്ച് 2 പ്ലോട്ട് മേടിക്കുന്നു. അങ്ങനെ മേടിക്കുമ്പോൾ ഒരു സെന്റിന് 20,000 രൂപ വരുള്ളൂ. ഒരാൾക്ക് 5 സെന്റ് സ്ഥലം മതി. 1 ലക്ഷം രൂപ ഒരാൾക്കുള്ള സ്ഥലത്തിന് വരുള്ളൂ. ഒരു വീടിനുള്ള 1 ലക്ഷം രൂപ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു 100 ഏക്കർ മേടിക്കണമെങ്കിൽ
ഈ ക്ഷമിക്കണം 20,000 രൂപ വെച്ചിട്ട് വരുമ്പം 1,00,000-ന് 5 സെന്റായി. 1 കോടിക്ക് ഈ സംഭവം നടക്കും. 100 വീടിനുള്ള സ്ഥലമായി. ഒരു വീടിനുള്ള സ്ഥലത്തിന് 5 സെന്റ് സ്ഥലത്തിന് 1,00,000 രൂപ. 100 വീടിന് 1 കോടി രൂപ. ആലോചിച്ച് നോക്കൂ. 10 വീടിന് 10,00,000 രൂപ ഉള്ള സ്ഥലത്തിന്, 10 വീടിനുള്ള സ്ഥലത്തിന് 100 വീടിന് 1 കോടി രൂപ. 5 കോടി രൂപയ്ക്ക് 500 വീടിനുള്ള സ്ഥലം മേടിക്കാൻ പറ്റും. 500 വീടിനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലം പോലും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ 100 ഏക്കറൊന്നും ആവശ്യമില്ല. 500 വീടിനുള്ള സ്ഥലം മേടിക്കാൻ 5 കോടി രൂപ മതി. പിന്നെ വീട് വെക്കാൻ ഇയാളെ പോലെ ഈ 4,00,000 രൂപ കൊടുത്താൽ പോരാ. വീട് വെക്കണമെന്നുണ്ടെങ്കിൽ 9,00,000 രൂപ എങ്കിലും കണക്കൂട്ടുക. നമ്മൾ 9,00,000 രൂപ ഒരു ചെറിയ വീട് മര്യാദയ്ക്ക് താമസിക്കാൻ പറ്റുന്ന വീടുണ്ടാക്കാം. അത് 9,00,000 രൂപ വീടിനും 1,00,000 രൂപ ഈ സ്ഥലത്തിനും കൂടി ആകുമ്പോൾ 10,00,000 രൂപ ഒരാൾക്ക് 10,00,000 രൂപ. 10 പേർക്ക് 1 കോടി രൂപ. 100 പേർക്ക് 10 കോടി രൂപ. 500 വീട് വെക്കണമെന്നുണ്ടെങ്കിൽ 50 കോടി രൂപയ്ക്ക് നടക്കും. 50 കോടി രൂപയുടെ ടാർഗറ്റ് മറികടക്കും മുസ്ലിം ലീഗിന്റെ ഈ പ്രൊജക്ട് എന്നുള്ളതാണ്, ഈ ഫണ്ടിംഗ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ സുതാര്യത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെയല്ല. അതിന്റെ ഡാറ്റാസ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഡെവലപ്പർ ഇറക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക്. ഇവർ തുടക്കത്തിൽ എന്താ കാണിച്ചിട്ടുള്ള അലംഭാവം? പുഞ്ചിരി മട്ടത്തില് അന്ന് ചെറുതായിട്ടൊരു ഉൾപ്പൊട്ടലുണ്ടായി. ആ സമയത്ത് ആളുകളോട് മാറണം എന്നൊരു അറിയിപ്പ് കൊടുത്തു. കൊടുത്തിരുന്നാൽ മതി. ആൾക്കാർ ചിലപ്പോൾ പശുവിനെ കടന്ന് ജീവിക്കുന്നവരാവും. അവർക്ക് പശുവിനിട്ട് പോകാൻ തോന്നൂല. പോലീസ് അവിടെ ചെന്ന് ഇവരെ മാറ്റണ്ടേ? സർക്കാർ സംവിധാനങ്ങൾ അവിടെ ചെന്ന് മാറ്റണ്ടേ നിർബന്ധപൂർവ്വം? നിലമ്പൂരൊക്കെ ചെയ്തത് അങ്ങനെ. കാരണം അവർക്ക് അനുഭവമുണ്ട്. പശുവിനെയും കോടിനെയൊക്കെ അവിടെ ഇട്ടിട്ട് അവർ പോയി. പോലീസും ബാക്കിയുള്ള ജനപ്രതിനിധികളും വന്നിട്ട് നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ചെയ്യേണ്ട, അതല്ലേ ഉത്തരവാദിത്വം. മാത്രമല്ല ഈ മാറ്റിയ ആൾക്കാരെ കേട്ടോ കൊണ്ടുവന്നത്. പുഞ്ചിരി മട്ടത്തുനിന്ന് മാറ്റിയ ആൾക്കാരെ ചൂരൽമലയിലും ഈ നമ്മളെ മറ്റേ പൊട്ടിയ സ്ഥലത്തിന്റെ പേര് ഇപ്പൊ എനിക്ക് വാല് കിട്ടുന്നില്ല, അവിടെ കൊണ്ടേയാക്കി. അങ്ങോട്ടല്ലേ പൊട്ടി ഒളിച്ചു വരുന്നേ. ഇത് താർത്തിക്കല്ലോ വരിക. പുഞ്ചിരിവട്ടത്ത് പൊട്ടിക്കഴിഞ്ഞാൽ പുഞ്ചിരിവട്ടത്ത് നിന്ന് മേലേക്ക് പോവോ? ആകാശത്തേക്ക് പോവോ? ഈ സാധനം വെള്ളവും കല്ലും കൂടി അതിനേക്കാൾ താഴെ കൊണ്ടേയാക്കിയിരിക്കുന്നു. ഇവരെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കല്ലേ മാറ്റേണ്ടത്. സർക്കാരിന്റെ ഭാഗത്ത് വലിയ അലംഭാവമുണ്ട്. മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇത് ഗവൺമെന്റ് മെയ്ഡ് ഡിസാസ്റ്ററാണ്. ഇത്രയും ആൾക്കാർ മരിച്ചതിന് ഇവരാണ് ഉത്തരവാദികൾ. സർക്കാരിന്റെ അലംഭാവം ഉണ്ട് അതിനകത്ത്. പ്രബുദ്ധ കേരളം പറയുമ്പോൾ കുറച്ച് പറയാനുണ്ടൊക്കെ. തെക്കുവടക്ക് നടക്കുക, എന്നിട്ട് അത് കഴിയുമ്പോൾ പിന്നെ ആൾക്കാരെ ബോഡിയെടുക്കലല്ല, മനുഷ്യൻ മരിക്കാതെ ശ്രദ്ധിക്കലാണ് ഉത്തരവാദിത്വം. അതിനാണ് സർക്കാർ എന്ന് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് കിറ്റും കൊണ്ട് വരും. ഇനി പട്ടിക്ക് കോവിഡ് കാലത്ത് പറഞ്ഞ മാതിരി തെരുവ് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, കിളികൾക്ക് വെള്ളം വെക്കണം. നിങ്ങൾ കുളിച്ചതിന് ശേഷം നന്നായി തോർത്തുകൊണ്ട് തല തോർത്തണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പനി വരും. ഭക്ഷണം കഴിച്ച ശേഷം നിങ്ങൾ പല്ല് തേക്കണം, പായ കഴുകണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദന്തരോഗം വരും. ഇമാതിരി കോപ്പിലെ ഉപദേശങ്ങളല്ലേ തന്നിട്ടില്ലേ? ആത്മീയ പ്രഭാഷണങ്ങൾ പറഞ്ഞേക്ക്. ഇതൊക്കെ എന്താ മനുഷ്യനറിയില്ലേ? ആദ്യം വർത്താനം വന്നിട്ടുണ്ടായിരുന്നു. കോവിഡ് കാലത്ത് എന്നും വൈകുന്നേരം ഉണ്ടായിരുന്നു കലാപരിപാടി. ആദ്യം ശൈലജ ടീച്ചറാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ശൈലജ ടീച്ചർക്ക് ഇമേജ് കൂടുന്ന കണ്ടപ്പോൾ നേരെ മൈക്ക് പിടിച്ചു വാങ്ങി. പിന്നെ ശൈലജ ടീച്ചർ ഇപ്പുറത്ത് സൈഡിലിരുത്തി. അന്നത്തെ റവന്യൂ മന്ത്രി ആരായിരുന്നു? ചന്ദ്രശേഖരനായിരുന്നു. ഇപ്പുറത്ത് നിർത്തി. മൂപ്പരെന്നെ ഇന്റെ മുഖം, ഇന്റെ തല, പിന്നെ ഇന്റെ മരുവന്റെ തല, ഇത് മതി മീഡിയയിൽ, വേറൊന്നും വേണ്ട. ഇതേത് തീരുമാനം? ഉമ്മാര് തോന്നിയ ദിവസം കാണിച്ച ആൾക്കാരാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ സാദിഖലി തങ്ങളെ പണ്ടും കുഞ്ഞാപ്പയെ പണ്ടൊക്കെ ഉണ്ട്, കുഞ്ഞാലിക്കുട്ടിയെ പണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് അവര് ഇതുമായി ബന്ധപ്പെട്ട ഒരു വെർച്വൽ മീറ്റിംഗ് കൂടി എന്നുള്ള വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ആ വെർച്വൽ മീറ്റിംഗിനകത്ത് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ, അന്തരിച്ചുപോയ ഇപ്പൊ നമ്മുടെ മുനവറിൽ തങ്ങളുടെ മാപ്പ പ്രിയപിതാവ് പിന്നെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും അതിനുശേഷം സംസ്ഥാന പ്രസിഡന്റായിരുന്ന മരണപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെയും അനിയൻ സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ആ വെർച്വൽ മീറ്റിംഗിനകത്ത്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല പോയത്, മുസ്ലിം ലീഗുകാർ മാത്രമല്ല. കാരണം അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ്. 67% മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ 85-90% മുസ്ലിം ലീഗ് അനുഭാവികളാണ്. മൊത്തം അവിടുത്തെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്നത് 50% വരുന്നത് മുസ്ലിം ലീഗിന്റെ അനുഭാവികളാണ്. തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കുറച്ചൊക്കെ അവിടെ ഉണ്ട്, കിടാപ്പികളൊക്കെ ഉണ്ട് അവിടെ. അതുപോട്ടെ, അതെല്ലായിടത്തും നുഴഞ്ഞു കയറുമല്ലോ. പക്ഷേ നമ്മൾ ഇതിനകത്ത് സമുദായം നോക്കരുത്, മതം നോക്കരുത്. കൊടുക്കുമ്പം ഇതര വിഭാഗങ്ങളിൽപ്പെട്ടവർ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടവരല്ലാത്തവർ എല്ലാവർക്കും തുല്യ പരിഗണന നൽകണം.
എല്ലാവരെയും കൺസിഡർ ചെയ്യണം, എല്ലാവർക്കും ആ രീതിയിലായിരിക്കണം. അതിനകത്തൊരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളത് വെർച്വൽ മീറ്റിംഗിനകത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള വെർച്വൽ മീറ്റിംഗ്, മുസ്ലിം ലീഗുകാർ മാത്രമുള്ള വെർച്വൽ മീറ്റിംഗ്. ആ മീറ്റിംഗിനകത്ത്, ഓൺലൈൻ മീറ്റിംഗിനകത്ത് അദ്ദേഹം പറഞ്ഞു, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നല്ല നമസ്കാരം അദ്ദേഹത്തിന്, സല്യൂട്ട്സ് ഉള്ളു തട്ടിയിട്ട്. മുൻമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അതിനെ സപ്പോർട്ട് ചെയ്തു. അതിനകത്ത് അത്ര ശ്രദ്ധിക്കണം, ഒരു മനുഷ്യനെയും വിട്ടുകളയരുത്. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട മനുഷ്യരാണ്, ജീവിതത്തിലെ എല്ലാ അധ്വാനങ്ങളും നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവരെ ഒരേപോലെ കാണണം. ജാതി ഉണ്ടാവരുത്, മതം ഉണ്ടാവരുത്, രാഷ്ട്രീയം ഉണ്ടാവരുത് പറഞ്ഞു. ആ ഒരു മഹാമനസ്കതയ്ക്ക് മുമ്പിൽ ഈ ദുരന്തത്തിനകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള അവരാണെന്നുള്ള ഞാൻ പറയും. ബാക്കിയുള്ളവരെ ഒന്നും മോശക്കാരെന്നല്ല പറയുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ, വിവിധ മതങ്ങളിലുള്ളവരെല്ലാം അവിടെ സജീവമായിട്ടുണ്ട്. ക്രൈസ്തവരുണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJP-കാരുണ്ട്, സേവാഭാരതിയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരെയും തള്ളിക്കളയുന്നില്ല. സ്വലാപ്പികളൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അത് വേറെ കാര്യം. അവരൊന്നും ആത്മാർത്ഥമായിട്ടല്ല ചെയ്തതെന്നുള്ളത് എനിക്കറിയാം. അവർ കച്ചവടത്തിന് വേണ്ടി പോയതാ. അപ്പൊ ഞാൻ പറഞ്ഞു, മുസ്ലിം ലീഗിനകത്ത് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഒരു മുസ്ലിം എന്നുള്ള പേരുണ്ടെന്നേ ഉള്ളൂ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കകത്തും മുസ്ലിം ലീഗ് എന്നുള്ള പേരില്ല. അവരുടെ പരിപാടി എന്താ, കൊല്ലലായിരുന്നു. വെൽഫെയർ പാർട്ടിക്കകത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ അവർക്ക് മുസ്ലിം ലീഗ് എന്നുള്ള പേരില്ല. അവർക്ക് ഇവിടെ കൊല്ലാൻ പറ്റാത്തതുകൊണ്ടാ. ബംഗ്ലാദേശിലും ബാക്കിയുള്ള സ്ഥലത്തും ഈജിപ്തിലും ഒക്കെ അവർക്ക് കൊല്ലലായിരുന്നു പരിപാടി, കലാപരിപാടി ഇവരുടെ വിഭാഗങ്ങൾക്ക്. മൗദൂദി എന്നതാ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഇവിടെ അവർക്ക് അതിന് ആയുധെടുക്കാൻ തരില്ലാണ്, അകത്തു പോകുന്നറിയാം, എന്നെ പിടിച്ച് നോക്കി കൊണ്ടുപോകുന്നറിയാം. PDP, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, മദനിയുടെ മുസ്ലിം എന്നുള്ള പേരില്ല. ഭയങ്കരമാണ് ഇവര്. വളരെ പച്ചയ്ക്ക് ഞങ്ങൾ സമുദായ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരാണെന്ന് പറയുന്നു. പക്ഷെ അവരുടെ MLA ആയിട്ട് UC രാമൻ കേരള നിയമസഭയിൽ MLA ആയിട്ടുണ്ട്. ഇത്തവണ UC രാമനെ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് സീറ്റിൽ എവിടെ ആണ് നിർത്തിയിരുന്നത്, തോറ്റുപോയി ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട്. ലീഗിന് കിട്ടിയ കുന്നമംഗലം സീറ്റിൽ PTR ഗെയിമിനെതിരെ നിർത്തിയിട്ടുള്ളത് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരാളെയാണ് നിർത്തിയിട്ടുള്ളത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന AP ഉണ്ണികൃഷ്ണൻ മുസ്ലിം ലീഗിന്റെ ആളായിട്ടാണ് വന്നിട്ടുള്ളത്. എന്റെ ഡിവിഷനിൽ നിന്നാണ്, തൃക്കാലങ്കോട് ഡിവിഷനിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം തന്നെ നിർമ്മല കോളേജിലെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ മുസ്ലിം ലീഗ് അത് സോൾവ് ചെയ്യുന്നതിനും ആ കോളേജിലെ നിസ്കാരമുറി വേണമെന്നുള്ള ആവശ്യമായിട്ട് അതിനകത്ത് മുൻകൈ എടുത്തിട്ടുള്ളതാണ്. ബാബറി മസ്ജിദിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലത്തും കലാപങ്ങൾ നടന്നപ്പം കേരളത്തിൽ കലാപങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും ശ്രമകരമായ ദൌത്യങ്ങൾ ഏറ്റെടുക്കുകയും ആ രീതിയിലുള്ള സമാധാനത്തിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് അന്നത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഞാൻ പറഞ്ഞ മുനവർ അലി തങ്ങളുടെ പിതാവായിട്ടുള്ള പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗുമാണ്. ഞാനിവിടെ കോട്ടയിൽ ജനിച്ചു വളർന്നാണെന്നേ. അതെ, എന്നെ പഠിപ്പിക്കരുത് നിങ്ങൾ ആരെങ്കിലും. ഈ കമ്മികളെക്കാൾ കമ്മികളെ സാധാരണ CPM സാധാരണ പ്രവർത്തകരൊക്കെ ഓക്കെയാണ്. ഇവന്മാരുടെ നേതാക്കന്മാരുടെ അഹങ്കാരം ബാക്കിയുള്ളതും. പിന്നെ CMDRF യൂസ് ചെയ്യുന്ന, ഞാൻ CMDRFിലേക്ക് വരാം. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ പിടിച്ചു നോക്കി കേസെടുത്ത് അകത്തിടും. കേസെടുക്കണോ? നീ കേസെടുക്ക്. നീ കേസെടുക്കണം. അപ്പോഴെനിക്ക് എന്റെ ക്യാമ്പയിൻ ഒന്നും കൂടി ശക്തി കിട്ടും എന്നുള്ള അഭിപ്രായക്കാരനാണ്. കേസെടുത്ത ഒരു കാര്യമുണ്ട്, എനിക്കുള്ള ശാരീരിക പ്രശ്നങ്ങൾ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കൂടി ചെയ്യണം. അത് ഉത്തരവാദിത്ത, സ്റ്റേറ്റിന് ഉത്തരവാദിത്ത. ജയിൽ പുള്ളിക്ക് അങ്ങനത്തെ ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. എനിക്ക് സുഖമായി. സ്വന്തം കയ്യിൽ പൈസ കൊടുക്കാതെ അവിടെ വെച്ച് ചികിത്സയൊക്കെ പോയി ഇരിക്കാലോ. പക്ഷെ പോലീസ് വരുമ്പോൾ P ജയരാജനമാരി എനിക്ക് നെഞ്ചുവേദനയാണെന്ന് ഞാൻ പറയില്ല. MP ജയരാജനമാരി ചുംബൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവനാണ് അർത്ഥം ഞാൻ പറയില്ല. കാരണഭൂതൻ ഞാൻ വിളിച്ചാൽ കാരണഭൂതൻ തന്നെ പറയും. ഞാൻ വീണ്ടും ദുരിതാശ്വാസ ഫണ്ടിനകത്ത് സുതാര്യത ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയും. ഞാൻ ഏത് കോടതി പോയാലും പറയും, ഏത് സ്ഥലത്തും പറയും. അതിന്റെ പേരിൽ എന്ത് ശിക്ഷ കിട്ടിയാലും അതിന്റെ കോടതികളിലുള്ള വിശ്വാസം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ. ഇവര് കളക്ടർ സെക്രട്ടറി FIR ഒക്കെ എടുത്തിട്ട് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ കോടതിക്ക് റെഫർ ചെയ്യുമ്പോൾ. പക്ഷേ വിവരമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നാട്ടിലുണ്ടെന്നുള്ളതാണ്. 2018 ശേഷം 4000 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഫണ്ട് റൈസിംഗിന്റെ ഭാഗമായിട്ട് വന്നു എന്നുള്ളതാണ് വിവരാവകാശ പ്രകാരം BJP നേതാവ് കൊടുത്ത കണക്ക് പ്രകാരം പുറത്തു വന്നിട്ടുള്ളത്. അതിലിപ്പോൾ 300 കോടിയാണ് അവശേഷിക്കുന്നത്. ഈ 4000 കോടി എങ്ങനെ ചെലവഴിച്ചു? 4000 കോടി? ഞാനിതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി പറഞ്ഞുതരാം. ഞാൻ ഈ ആപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ടിടും. ഓക്കെ, എങ്ങനെ ചെലവഴിച്ചു? ആർക്ക് കൊടുത്തു? കേരളത്തിലെ ഏത് ജില്ലയിലെ ഏത് പഞ്ചായത്തിലെ ഏത് സ്ഥലത്ത് ഏത് പോസ്റ്റ് ഓഫീസിൽ ഏത് വീട്ടിൽ ഏത് വ്യക്തിക്ക് കൊടുത്തു? എത്ര രൂപ കൊടുത്തു? എന്താവശ്യത്തിന് കൊടുത്തു? വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് പ്രസിദ്ധീകരിക്കുന്നവര് ചാലഞ്ച് ചെയ്യാൻ കാരണഭൂതനെ, ഈ സർക്കാരിനെ ചാലഞ്ച് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രസിദ്ധീകരിക്കും. നിങ്ങൾ
ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര 1000 രൂപ ഇന്ന ജില്ലയിലെ ഇന്ന പഞ്ചായത്തിലെ ഇന്ന വ്യക്തിക്ക് നൽകിയിരിക്കുന്നു. CMDRF-ആയിട്ട് ബന്ധപ്പെട്ട വേറെ കുറച്ച് സാധനങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. CMDRF-ആയിട്ട് വന്നത് ഞാൻ അങ്ങനെ പിന്നെ ഇവർ വരുന്നതായിട്ട് ഇപ്പൊ അഖിൽമാരാർ ബിഗ് ബോസിലെ ഇപ്രാവശ്യത്തെ വിജയമായിട്ടുള്ള അഖിൽമാരാരുടെ ഒരു സാധനമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല, പകരം 3 വീടുകൾ വെച്ചു കൊടുക്കുന്നു. നാട്ടുകാർക്ക് വിശ്വാസമില്ലാന്നേ. ഇവർക്കെന്താ ഈ ഡാറ്റാസ് എന്താ കിട്ടാത്ത, പിന്നെ പബ്ലിഷ് ചെയ്യാത്ത? നാട്ടുകാരുടെ പൈസയാണല്ലോ. ഞാനൊന്നും കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്. ഞാനൊരു പാർട്ടിക്കും കൊടുക്കാത്ത ഒരാളാണ്. ഒരു പാർട്ടിയുടെ ഫണ്ടിന് ഞാൻ കൊടുക്കാറില്ല കുറേ വർഷങ്ങളായിട്ട്, 10 വർഷമായിട്ട്. സിപിഎം ചോദിച്ചാലും കോൺഗ്രസ് ചോദിച്ചാലും ഇലക്ഷൻ ഫണ്ട് ചോദിച്ചപ്പോൾ സുഹൃത്തുക്കളാണ് മത്സരിക്കുന്നത്. UDF-ന്റെ ആണെങ്കിലും പിന്നെ BJP-യുടെ ആണെങ്കിലും ഒക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ. ഞാൻ ഒരു രൂപ ഇതില്ല നാട്ടിൽ. പാർട്ടികൾക്ക് ഫണ്ട് കൊടുക്കാറില്ല, ക്ലബ്ബുകളുടെ ആഘോഷത്തിന് ഫണ്ട് കൊടുക്കാറില്ല, ഉത്സവങ്ങൾക്ക് ഫണ്ട് കൊടുക്കാറില്ല, ഒന്നിനും കൊടുക്കാറില്ല, പള്ളിക്ക് കൊടുക്കാറില്ല, ഒന്നിനും കൊടുക്കാറില്ല. എനിക്ക് ചെയ്യേണ്ട സ്ഥലത്ത് എനിക്ക് ചെയ്യാൻ അറിയാം. എൻ്റെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദേശാഭിമാനി ഇടാൻ പറഞ്ഞിട്ട് മറ്റുള്ള ഏരിയാക്കാരെല്ലാം കൂടി എൻ്റെ വീട്ടിൽ വന്നു. പെങ്ങളെയും കൊണ്ട് അനിയത്തിമാരൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു തോന്നുന്നു. അനിയത്തിയെ വിളിച്ചപ്പോൾ ഒരനിയത്തി ലൈവ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്കറിയില്ല ലൈവ് ആണെന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾക്കില്ല ചിലപ്പോൾ മെസ്സേജ് അയച്ച് ഞാൻ കാണാത്തോണ്ടിരിക്കും. അവൾ താഴത്തെ ഫ്ലോറിലുണ്ട്. ഓക്കെ, ഇതാണ് അഖിൽമാരാർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ദേശാഭിമാനി ഇടാൻ വേണ്ടി പറഞ്ഞിട്ട് ഏരിയ നേതാക്കന്മാരും ബാക്കിയുള്ളവരൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇടില്ല. എന്റെ പിന്നെ മനോരമയ്ക്ക് മാതൃഭൂമിക്കൊന്നും ഇങ്ങനെ വീട് കയറ്റി ക്യാമ്പയിൻ ഇല്ലല്ലോ, മാർക്കറ്റിംഗ് ടീം ഇല്ലല്ലോ. നിങ്ങൾ പത്രം നന്നാക്കുമ്പോൾ ആൾക്കാർ കാണും എന്നാ വായിക്കുന്ന പറഞ്ഞേ. ഞാൻ ഇടില്ല. കാരണം ഞാൻ പത്രം വായിക്കുന്നത് വിവരം അറിയാനാ, വാർത്ത അറിയാനാ. ഇതിനകത്ത് അല്ലാതെ നിങ്ങൾ പ്രസ്താവന നടത്തിയതും നിങ്ങൾ സമരം നടത്തിയതും മാത്രം കാണാനല്ല, നാട്ടിലെ പൊതുവിവരങ്ങൾ അറിയാനാ. അങ്ങനെ പത്രം പ്രൊഫഷണലാക്ക്, അപ്പം ഞാൻ പഠിച്ചോളാം തന്നെ. അപ്പോൾ അവസാനം പിന്നെ ഏരിയ ലീഡർഷിപ്പിലുള്ള ആൾക്കാരോട് പറഞ്ഞു, രാജൻ കുറെ കാലം പ്രസ്ഥാനത്തൊക്കെ ഉണ്ട്, ഞങ്ങളിവിടെ വരെ വന്നതല്ലേ, ഞങ്ങൾ വന്ന സ്ഥിതിക്കുന്ന 1 മാസത്തേക്കെങ്കിലും ഇടുന്ന പറഞ്ഞു സഖാവെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 ദിവസത്തേക്ക് പോലും എനിക്കിട്ടില്ല, ഫ്രീ ആയിട്ട് കൊണ്ടുവന്നാലും എനിക്ക് വേണ്ട ദേശാഭിമാനി എന്ന് പറഞ്ഞ ആളാണ്. എനിക്ക് അതിന് മടിയില്ലാത്ത ആളാണ്. അത് അവഗണിച്ചു കൊടുക്കുന്നല്ല. കടഞ്ഞായ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ചായ ഉണ്ടാക്കട്ടെ, പാലില്ല, കട്ടൻ ചായ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ ചായ കുടിക്കാറ് കൂടുതലും. അപ്പം പിന്നെ ഇവര് പിണങ്ങാതൊക്കെ പോയി. പിന്നെയും കാണുമ്പോൾ സൗഹൃദമൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറയുന്ന ആളെ. ഇനി CMDRF-ന്റെ കുറെ പിന്നെ വിശദാംശങ്ങൾ അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്, ഉഴവൂർ വിജയൻ എന്ന് പറയുന്ന NCP-യുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ്, ഒരിക്കൽ പോലും MLA ആയിട്ടില്ല, മന്ത്രി ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പം LDF-ന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളതാണ്. NCP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ PC ചാക്കോ ഇരിക്കുന്ന പിന്നെ കസേരയില്. ഇദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞിട്ട് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനം 25 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പിന്നെ സഹായധനം പ്രഖ്യാപിച്ചു. ഉഴവൂർ വിജയന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്? അവരുടെ മുന്നണിക്ക് കിട്ടി അല്ലെങ്കിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ? അവരെ ഇടതു മുന്നണിയിൽ ഫണ്ട് പിരിക്കുക. മന്ത്രിമാരും MLA-മാരും എല്ലാം പിന്നെ 1 മാസത്തെ ശമ്പളം മാറ്റി വെച്ച് കഴിഞ്ഞാൽ 25 ലക്ഷം കൊടുത്തൂടെ ഉഴവൂർ വിജയന്? MLA-മാർ പോലും ചെയ്യേണ്ട, മന്ത്രിമാർ മാത്രം 1 മാസത്തെ ശമ്പളം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉഴവൂർ വിജയന് പിന്നെ 25 ലക്ഷം ഉണ്ടാക്കി കൊടുത്തില്ല. അവർ കൊടുക്കണ്ടെന്നുള്ള അഭിപ്രായം, അയാൾ കുടുംബത്തെ സഹായിക്കേണ്ടെന്നുള്ള അഭിപ്രായമില്ല. നാളെ പിന്നെ അപ്പോൾ UDF ഭരണം അധികാരത്തിലേറുന്നു. UDF ഭരണം അധികാരത്തിലേറുമ്പോൾ ഏതെങ്കിലും ശരത്ചന്ദ്ര പ്രസാദിനോ അല്ലെങ്കിൽ പിന്നെ ആൾക്കാരുടെ പേര് പറയില്ല, ഏതെങ്കിലും KPCC-യുടെ ഭാരവാഹികളോ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും സംസ്ഥാന ഭാരവാഹികളോ അവർ മരണപ്പെട്ടാൽ അവരെ കുടുംബത്തെ സംരക്ഷിക്കാൻ 25 ലക്ഷം കൊടുത്താൽ ഇവന്മാർക്ക് പറ്റുമോ? ഇതിൽ വല്ലാത്ത വൃത്തികെട്ട കീഴ്വഴക്കല്ലേ ഉണ്ടാക്കി കൊടുക്കണത്. ഇവിടെ മാസപ്പടി രോഗിനെ എടുത്തു കൊടുക്ക്. ഉഴവൂർ വിജയന്റെ കുടുംബത്തെ സഹായിക്കേണ്ടെന്നുള്ളതും അദ്ദേഹം മരണപ്പെടുമ്പോൾ ആരാധമാവുന്ന കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായമല്ല. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തം, നിങ്ങളുടെ മുന്നണിയുടെ ഉത്തരവാദിത്തമാണ്. നാട്ടുകാരെ മൊത്തം ഉത്തരവാദിത്തമൊന്നുമല്ല. 25 ലക്ഷം ഇവിടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ പോലും എടുക്കാനില്ലാത്തതുകൊണ്ട് ഗവൺമെന്റ് ലൈഫ് മിഷൻ പദ്ധതിക്ക് അപേക്ഷ കൊടുത്ത് വർഷങ്ങളായിട്ട് 4 ലക്ഷം റുപ്യ കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ നാട്ടിലാണ് 25 ലക്ഷം എടുത്ത് കൊടുക്കുന്നത്. മക്കളെ പഠിപ്പിക്കാൻ ഫീസ് അടയ്ക്കാൻ 50,000 രൂപയോ 20,000 രൂപയോ ഇല്ലാത്തതിന്റെ പേരിൽ മക്കളോടൊപ്പം ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആകെ ആലോചിക്കണം നിങ്ങൾ. എന്നിട്ട് വേണമെങ്കിൽ തോന്നിയാസം കാണിക്കാൻ. CMDRF-നെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് 2023 ഫെബ്രുവരി 23 ന്യൂസ് 18 കേരളയിൽ വന്ന വാർത്ത. ദുരിതാശ്വാസ ഫണ്ട് ക്രമക്കേട് സംഘടിത കുറ്റകൃത്യം, ഏജന്റുമാരുടെ പങ്ക് വ്യക്തം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് സ്ഥിരീകരിച്ച് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം. അടുത്ത DGP ആവാനുള്ള ആളാ മനോജ്. കേരളത്തിലെ DGP ആയിട്ട് റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരാളാണ് മനോജ് എബ്രഹാം. ഇവരുടെ ഭരണ കാലഘട്ടത്തിൽ വിജിലൻസ് ഡയറക്ടർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ്.
മറുനാടൻ മലയാളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ക്രെഡിബിൾ അല്ലാത്തതുകൊണ്ട് വിശ്വസിക്കാം. അതിനകത്ത് വന്നിട്ടുള്ള വാർത്ത എങ്ങനെയാണ്? 2021 ഫെബ്രുവരി 8 പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് കേസ് കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. CPM നേതാക്കൾ ഉൾപ്പെടെ 7 പ്രതികൾ വഞ്ചന, ഗൂഢാലോചന, പണം തട്ടൽ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി. 2023 ഫെബ്രുവരി 22 മാതൃഭൂമി ന്യൂസ്. പിണറായി സർക്കാരിന് വലിയ നാണക്കേടായി ദുരിതാശ്വാസ നിധി തട്ടിപ്പ് വിവാദം. 2020 മാർച്ച് 6 മനോരമ ന്യൂസ്. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് കേസിൽ പ്രതിരോധത്തിലായ CPM മുഖമുനിക്കൽ തുടങ്ങി. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ടിന്മേൽ നടപടിയില്ല. ഫ്രീസ് ചെയ്ത് വെച്ചു. കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുക, ഫ്രിഡ്ജിനുള്ളിൽ കൊണ്ടേ വെച്ചേക്കുക, പൂർത്തീകരിച്ചേക്കുക ഫയല്. മനോരമ ന്യൂസ് തന്നെ 2023 ഫെബ്രുവരി 22 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിതരണത്തിൽ അടിമുടി തട്ടിപ്പെന്ന് വിജിലൻസ്. സ്റ്റേറ്റ് വിജിലൻസാ, ഹോം മിനിസ്ട്രിയുടെ കീഴിലുള്ളതാ. CM-ആയിട്ട് എല്ലാ ദിവസവും ബ്രീഫിംഗ് നടത്തുന്ന ഇന്റലിജൻസിന്റെയും വിജിലൻസിന്റെയും ചുമതലയുള്ള ആൾക്കാർ. അതിപ്പോൾ ഞാൻ സെൻകുമാറായിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെൻകുമാർ സാറ് വ്യാജരേഖ സമർപ്പിച്ച് വരെ പണം തട്ടിയെടുക്കൽ സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. മാതൃഭൂമി ന്യൂസ് 2023 ഫെബ്രുവരി 23 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് സംഘടിതമെന്ന് വിജിലൻസ് കണ്ടെത്തൽ. 2023 ഫെബ്രുവരി 24 തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടുറപ്പിക്കാൻ പ്രാദേശിക പാർട്ടി നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വ്യാപകമായി ദുരുപയോഗിച്ചു. അവിടെ നീ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ അടുത്ത് കത്ത് മേടിക്കണേ. റാങ്ക് സെക്രട്ടറിന് കത്ത് മേടിക്കണം, ലോക്കൽ സെക്രട്ടറിന് കത്ത് മേടിക്കണം. ഇവരവിടെ വീട് വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ രാഷ്ട്രീയം അതൊക്കെ നോക്കിയിട്ട് കൊടുക്കും. വയനാട്ടിലും അതാണ്ടാവാൻ പോണേ. കവളപ്പാറയിലെ കുറെ അഴിമതിയുടെ ചരിത്രമുണ്ട്, ഞാൻ പറയാം. കവളപ്പാറയിൽ എന്താ ചെയ്ത് സ്റ്റേറ്റ് സർക്കാർ എന്ത് കുന്താ ചെയ്തേ പറ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയട്ടെ, കവളപ്പാറയിൽ ഇന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇത്ര ഫണ്ട് ചെലവഴിച്ചു. നാട്ടുകാർ കുറെ ചെയ്തു, വിവിധ ചാരിറ്റി പിന്നെ സന്നദ്ധ സംഘടനകൾ ചെയ്തു. ഓക്കെ, അടുത്തത് ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്ത വാർത്ത. 2023 ഫെബ്രുവരി 22 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വ്യാപക തട്ടിപ്പ്. കോട്ടയത്ത് ഹൃദ്രോഗത്തിനും വൃക്കരോഗത്തിനും ഒരേ ആൾക്ക് 2 തവണ ധനസഹായം. 2 അപേക്ഷയിലും സർട്ടിഫിക്കറ്റ് നൽകിയത് എല്ലുരോഗ വിദഗ്ധർ. ഓർത്തോയുടെ ഡോക്ടറാണ് കാർഡിയോളജിയും കൈകാര്യം ചെയ്തത്. ഇവന് ഹൃദയരോഗമുണ്ട്, ഹൃദ്രോഗമുണ്ട്. കാർഡിയോളജിസ്റ്റാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. ഓർത്തോന്റെ എല്ലിന്റെ ഡോക്ടർ പോയിട്ട് സർട്ടിഫൈ ചെയ്തിരിക്കുക ഹൃദ്രോഗമുണ്ട്. ഓരോ ECG നോക്കാനൊക്കെ അറിയായിരിക്കും MBBS പഠിക്കുമ്പോൾ തന്നെ. പക്ഷേ എക്കോ, ബാക്കിയുള്ള കാര്യങ്ങൾ, കാർഡിയോളജിയിലെ ബാക്കിയുള്ള ട്രെഡ്മില്ല് പിന്നെ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, ആൻജിയോഗ്രാം, ഇതൊക്കെ ചെയ്യാൻ ഓനാരെ പഠിപ്പിച്ച്? ഓനാണ് പിന്നെ ഓന് എല്ല് പൊട്ടിയത് നോക്കാനേ അറിയുള്ളൂ. അത് നോക്കണവനാണ് ഹൃദയരോഗമുണ്ട്, ഹൃദ്രോഗിയാണ്, അതിനൊരു ധനസഹായം. രണ്ടാമത് നെഫ്രോളജിസ്റ്റാണ് നോക്കേണ്ടത് കിഡ്നിയുടെ കാര്യം. അപ്പൊ കിഡ്നിയുടെ ഫംഗ്ഷനിങ് എല്ലാം പിന്നെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് പിന്നെ നടത്തിയില്ലെന്ന് അറിയില്ല, സർട്ടിഫിക്കറ്റ് ചെയ്തിരിക്കുക. ആദ്യം എല്ലുരോഗ വിദഗ്ധന്റെ എല്ല് തല്ലി ഓടിക്കണം. 2 കൂട്ട് നിന്നിട്ടുള്ള CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരുടെ എല്ലും തല്ലി ഓടിക്കണം. 3 ഒരു ക്രോസ് ചെക്കിംഗ് കൂടാതെ, ഒരു സ്ക്രീനിങ്ങും കൂടാതെ, ഒരു അന്വേഷണവും കൂടാതെ അവനവന്റെ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളെ കാക്കൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഓഹരി താഴെ തൊട്ട് മേലെ വരെ എത്തുന്നുണ്ട്. 5 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞാൽ സപ്പോസ് 50,000 രൂപ, ഒരു 20,000 രൂപ ബ്രാഞ്ച് സെക്രട്ടറി കിട്ടും, ഒരു 50,000 രൂപ ലോക്കൽ സെക്രട്ടറി കിട്ടും, ഒരു 10-25,000 രൂപ ഏരിയ സെക്രട്ടറി കിട്ടും, കുറച്ച് ജില്ലാ സെക്രട്ടറി കിട്ടും. പിന്നെ സ്റ്റേറ്റിൽ ഇത് പാസ്സാക്കി കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആൾക്കാർക്ക് കുറച്ച് കിട്ടുമല്ലോ. കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ടോ? ഈ മാതിരി ശുദ്ധ തോന്നിയാസം കാണിക്കുന്ന ഇതിനകത്ത് പിന്നെ വിജയിപ്പിക്കാൻ, CMDRFനെ വിജയിപ്പിക്കാൻ എന്നെ കിട്ടില്ല. ആരോടും കൊടുക്കണ്ടെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നില്ല. കൊടുക്കുന്നവർ കൊടുത്തോളൂ. പക്ഷേ ഞാൻ ആരോടും കൊടുക്കണ്ട എന്ന് പറയുന്നില്ല. എന്തായിരുന്നാലും ഇതാണ് അതിന്റെ സ്ഥിതി. 8,000-ഓളം പേർക്ക് ഇപ്പോൾ ഈ ഫുഡ് എത്തിച്ചു കൊടുത്തത് ആദ്യ ദിവസം തന്നെ ഈ രക്ഷാപ്രവർത്തകർക്കും ബാക്കിയുള്ളവർക്കും ഫുഡ് എത്തിച്ചു കൊടുത്തതിനകത്തും ഇവരുടെ വൈറ്റ് കാർഡ്സ് വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രൊമോട്ടറല്ല, ഞാൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തോട് യോജിക്കുന്ന ആളല്ല. മുസ്ലിം ലീഗിന്റെ സന്നദ്ധ സേവനങ്ങളോട്, ബൈത്തുൽ ഉൾപ്പെടെ ഇതുൾപ്പെടെ ഗൾഫിലെ KMCC ഉൾപ്പെടെയുള്ള സംഘടനകൾ ചെയ്യുന്ന സന്നദ്ധ സേവനങ്ങളോട് 100% യോജിച്ചു നിൽക്കുകയും അതിന്റെ ഒരുപാട് ഗുണഭോക്താക്കളെ നേരിട്ട് അറിയുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലാണ്. അവരിൽ ആരെങ്കിലുമൊക്കെ നുഴഞ്ഞു കയറിയ തീവ്രവാദികൾ ഉണ്ടാവും. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി വർഗീയ പാർട്ടിയല്ല. അത് കേരളത്തിൽ ആവശ്യമാണ്. അതില്ലെങ്കിൽ കേരളത്തിനകത്ത് വർഗീയ പാർട്ടികൾ വിഴുങ്ങും. ഈ വെൽഫെയർ പാർട്ടിയും ഈ സുഡാപ്പികളും ഒക്കെ കയറി നിരങ്ങും. ഈ മുസ്ലിം ചെറുപ്പക്കാർ അതിലേക്ക് ആകർഷരാവും. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ നിലനിൽക്കേണ്ടത്, ഇന്ത്യയിൽ തന്നെ വളർന്നു വരേണ്ട ഒരു പാർട്ടിയാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റുകളും എല്ലാം വിട്ടുപോയെന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2.5 കോടിയിലേക്ക് അത് എത്തി എന്നുള്ളതാണ്. എനിക്ക് ആപ്പ് കൂടി തുറക്കാൻ നിന്നാൽ പിന്നെ അതിന്റെ സമയം പോകും. അതിന്റെ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഇന്ന് താഴെ ഇടാം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും കഴിയുന്നവർ
അതിനകത്ത് മുസ്ലിം എന്ന പേരുണ്ട് എന്നുള്ളൊരു പേരല്ല. കാരണം അതിനകത്ത് കയറി ആപ്പിൽ കയറി കഴിഞ്ഞാൽ അത് ട്രാൻസ്പെറന്റാണ്. ആരൊക്കെ എവിടെ നിന്നൊക്കെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞില്ല, ഈ ഡീറ്റെയിൽസ് ചോദിക്കുക, അത് എന്റെ പൈസ അയക്കാൻ പറ്റുള്ളൂ. അപ്പം ആരൊക്കെ എവിടെ നിന്നൊക്കെ പൈസ അയച്ചു, എത്ര രൂപയിൽ വന്നു എന്നുള്ളത് ഓരോ സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് അതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടും. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ആപ്പ് തുടങ്ങുന്നില്ല? എന്നാൽ പിന്നെ എല്ലാവർക്കും വിവരങ്ങൾ അറിയാൻ പറ്റും, ആർക്കൊക്കെ ഇവിടെ കൊടുത്തു എന്നുള്ള വിവരം അറിയണമെന്നേ. അല്ലാതെ ഇവർക്ക് തോന്നിയാസം കാണിക്കാനല്ലോ ഫണ്ട് കൊടുക്കണേ നാട്ടുകാർ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ കൊടുക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് സ്ഥലമില്ല, വേറെ അസറ്റുകളൊന്നുമില്ല. ഞാൻ വീടൊക്കെ വിറ്റ് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ തന്നെ ഞാൻ അധികം ഇവിടെ ഇത് ഫർണിഷ്ഡാ. എന്റെ ഡൈനിങ് ടേബിൾ 2017 10,000 രൂപയ്ക്ക് മേടിച്ച ഡൈനിങ് ടേബിൾ, എന്റെ ഫ്രിഡ്ജ്, എന്റെ 7 സീലിംഗ് ഫാനുകൾ, ഹാളില് 2 സിറ്റ് ഔട്ടിലൊന്ന്, 3 ബെഡ്റൂമിൽ ഓരോന്ന്, അടുക്കളയിലൊന്ന്, അങ്ങനെ ഉള്ള എന്റെ സീലിംഗ് ഫാനുകൾ എല്ലാം ഒന്ന് ആ വീട് മേടിച്ചപ്പോൾ പുതുതായിട്ട് മേടിച്ചതാ. എന്റെ പെഡസ്റ്റൽ ഫാന്, എന്റെ ബാക്കിയുള്ള സാധനങ്ങൾ, 3 കട്ടിലുണ്ടായിരുന്നു, 1 കട്ടിലായും പെറുക്കെടുത്ത് കൊണ്ടുവന്ന്. കാരണം എനിക്ക് കിടക്കാൻ ഒരു കട്ടിൽ മതിയല്ലോ, ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. അത് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ള 2 കട്ടിൽ ഇതൊന്നും ഞാനവിടെ ബൾക്കായിട്ട് പലത് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത് നമുക്കെന്തുണ്ട് എന്നുള്ളതല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, നമ്മൾ അവരനുഭവിക്കുന്ന യാത്രകളിലൂടെ കടന്നു പോകുന്നില്ല. ആ മനുഷ്യന് ജീവിക്കണം. നമുക്കൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് സ്റ്റുഡിയോ പോയിട്ട് 2 സ്റ്റോറി ചെയ്താൽ മതി, ഏതെങ്കിലും ചാനലിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജീവിക്കാം. ജീവിതമാർഗം മുമ്പിലുണ്ട്. തകർന്നു പോകാത്ത രീതിയിൽ പിടിച്ചു വയ്ക്കുക. അല്ല അസുഖം വരിക, വണ്ടി ഇടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉമ്മമാരെയും കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാലേ ഉള്ളൂ പ്രശ്നം. അതുകൊണ്ട് ഇതിനെ സഹകരിക്കാൻ പറ്റുന്ന ആളുകൾ സഹകരിക്കാം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതിനകത്ത് ഞാൻ നിർബന്ധിക്കുകയല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സംഘടനകൾക്കകത്ത് പരമാവധി സഹകരിക്കണം. CMDRFന് കൊടുക്കണ്ട എന്നുള്ള അഭിപ്രായം ഞാൻ പറയുന്നില്ല. അതൊക്കെ അവനവന്റെ ഔചിത്യബോധത്തിന്, ഞാൻ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞാൽ അവനവന്റെ മനോധർമ്മത്തിനും ഔചിത്യബോധത്തിനും ബുദ്ധിക്കും അനുസരിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇതിൽ എന്നെ കൊണ്ടാവുന്ന ഒരു ചെറിയ അണ്ണാൻ കുഞ്ഞിനും തന്നാലാവുന്നതെന്ന് പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ എന്നെ കൊണ്ടാവുന്ന, പക്ഷെ എനിക്കത് വലുതാണ്, നിങ്ങളെ കണക്കിൽ ചെറുതായിരിക്കും, എനിക്കത് വലുതാണ്. ആ രീതിയിൽ ഞാൻ അതിനകത്ത് പങ്കാളിയാവാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. യാതൊരു സംശയമില്ല. കാരണം അതിനെ പ്രൊമോട്ട് ചെയ്യണം, നല്ല കാര്യങ്ങൾ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഇത് എഴുതിയിട്ട് നാളെ മുസ്ലിം ലീഗിന്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ വിമർശിക്കില്ല എന്നുള്ള ഒരു ധാരണയും വേണ്ട, ലീഗുകാർക്കും വേണ്ട, ലീഗ് സുഹൃത്തുക്കളെ മനസ്സിലാക്കുക. ഞാൻ ഈ ഫണ്ടിന്റെ, ഈ നല്ല കാര്യത്തിന്റെ, അതും സാധിക്കരുത് തങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള വെർച്വൽ മീറ്റിംഗിൽ പറഞ്ഞ വാക്കുകൾ അത് ഹൃദയത്തിൽ തട്ടുന്ന, അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഈ ഫണ്ടിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും.